ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോർഡിനേറ്റ്സ്, അതായത് സൂചക സംഖ്യകൾ എന്നുള്ള ചാപ്റ്റർ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ജോമെട്രി ആൻഡ് ആൾജിബ്ര, അതായത് ജാമിതിയും ബീജഗണിതവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും കൂടിയും ചേർന്നിട്ട് ഏകദേശം ഒരു 16 മാർക്കോളം നമുക്ക് SLC എക്സാമിന് ചോദ്യം വരാറുണ്ട്. രണ്ട് ചാപ്റ്ററും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 16 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, പിന്നെ ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ അതിന്റെ അടുത്തുള്ള ഇക്വേഷൻസ് ഞാൻ ആ ചോദ്യങ്ങളൊപ്പം തന്നെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ഇതാണ് തുടങ്ങുന്നത്. ഒരു പാരലലോഗ്രാം വരച്ചിട്ടുണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ഒരു 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കാണാറുള്ള ചോദ്യമാണ്. ഒരു പാരലലോഗ്രാം വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. ഇൻ ദ ഫിഗർ coordinate of 3 vertices of the parallelogram ABCD are given. ആണ് ഒരു പാരലലോഗ്രാം ABCD വരച്ചിട്ടുണ്ട്. അതിന്റെ 3 വെർട്ടിസസിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ ആണോ? 3 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് C, അതായത് നാലാമത്തെ ഒരു വെർട്ടെക്സ് ഉണ്ട് അല്ലെ, ഫോർത്ത് വെർട്ടെക്സ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരു പാരലലോഗ്രാം കണ്ടാല് 3 തന്നാല് നാലാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കണം. എളുപ്പമായിട്ടൊരു വഴിയുണ്ട്. എന്താണ്? ജസ്റ്റ് ഞാൻ പറയാം, ഇങ്ങോട്ട് നോക്കി. ഒരു പാരലലോഗ്രാം ഞാൻ ഇവിടെ വരയ്ക്കാം കേട്ടോ. വരച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കോർഡിനേറ്റ് x1 y1, അടുത്തത് x2 y2, ഇത് x3 y3 ആണെങ്കിൽ നാലാമത്തെ വെർട്ടെക്സിനെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, അറിയണം, ഓപ്പോസിറ്റ് അറിയണം വെർട്ടെക്സുകളുടെ കോർഡിനേറ്റുകൾ. അതായത് ഓപ്പോസിറ്റ് അറിയണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സുകളാണ്. അതിന്റെ രണ്ടിന്റെ കോർഡിനേറ്റുകൾ നമുക്ക് അറിയാം അല്ലെ. അതിന്റെ എക്സിന്റെ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടാ, അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ള എക്സിന്റെ ഭാഗം കുറയ്ക്കാം. ഓക്കെ, എന്ത് ചെയ്യണം? ഇപ്പൊ ഇതിന്റെ എക്സിന്റെ എക്സ് കോർഡിനേറ്റ് ഇട്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇതിന്റെ എക്സിന്റെ ഭാഗങ്ങൾ കൂട്ടാ. ഇപ്പൊ ഞാൻ പറയട്ടെ, x3യും x2വും തമ്മിൽ കൂട്ടാ. ഓക്കെ, കേട്ടാ, എക്സിന്റെ ഭാഗങ്ങൾ കൂട്ടി. എന്ത് കുറയ്ക്കണം? അതിനകത്ത് അറിയാത്ത വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള എക്സ് കോർഡിനേറ്റ് കുറയ്ക്കാം. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? x1 കുറയ്ക്കാം. ഓക്കെ ആണോ? ഈ നാലാമത്തെ വെർട്ടെക്സിന്റെ എക്സിന്റെ ഭാഗം കിട്ടും. ഓക്കെ, വൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? അതുപോലെ വൈയുടെ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടാ, അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വൈയുടെ ഭാഗം കുറയ്ക്കാം. ഓക്കെ, വൈ കൂട്ടാന്ന് വെച്ചാൽ എത്രയാ? y3 പ്ലസ് y2 മൈനസ് y1. കണ്ടാ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ഇതുപോലെ ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയാലോ? ജസ്റ്റ് നോക്കി, 3 ഉണ്ടല്ലേ, നാലാമത്തെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? അറിയണ വെർട്ടെക്സുകളുടെ ഓപ്പോസിറ്റ് അറിയണ വെർട്ടെക്സുള്ള എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യാ, അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ള എക്സ് കോർഡിനേറ്റ് കുറയ്ക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാ? സി എന്നുള്ളതിന്റെ എക്സ് കോർഡിനേറ്റ് ഇട്ടണമെങ്കിൽ, സി എന്നുള്ളതിന്റെ എക്സിന്റെ ഭാഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ എക്സിന്റെ ഭാഗങ്ങൾ കൂട്ടണം. 10 പ്ലസ് 12, 10ഉം 12ഉം അല്ലെ, എക്സിന്റെ ഭാഗം 10ഉം 12ഉം കൂട്ടി എന്ത് കുറയ്ക്കണം? അതിനകത്ത് മൈനസ് അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ള എക്സ് എന്ന് പറഞ്ഞാല് 7 കുറയ്ക്കാം. ഓക്കെ ആണോ? കോമ വൈ കിട്ടണമെങ്കിലോ വൈയുടെ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടാ. 11 പ്ലസ് 7, 11 പ്ലസ് 7 മൈനസ് അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വൈയുടെ ഭാഗം കുറയ്ക്കാം. ഓക്കെ, അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വൈ ഏതാണ്? 5 കുറച്ച്. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നോക്കാം? 10ഉം 12ഉം കൂടി അപ്പൊ 22. 22 7 കുറച്ചിട്ടുണ്ടെങ്കിൽ 15. ഓക്കെ ആണോ? 15 എത്രയാണ് കേട്ടാ? 11ഉം 7ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 11ഉം 7ഉം 18. 18 5 കുറച്ചിട്ടുണ്ടെങ്കിൽ 13. ഓക്കെ ആണോ? 13. ഓക്കെ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കണേ. കാര്യം ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാ? എക്സ് കൂട്ടാ, ഓപ്പോസിറ്റ് ഉള്ള എക്സ് കുറയ്ക്കുക, വൈ കൂട്ടാ, ഓപ്പോസിറ്റ് ഉള്ള വൈ കുറയ്ക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സിമ്പിൾ ആണ്. അതുകൊണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം. പാരലോഗ്രാമിന്റെ ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ AC. AC എന്നുള്ള ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കാൻ സിയുടെ സൂചക സംഖ്യ എഴുതി കഴിഞ്ഞിട്ടാ. ബി ചോദ്യം, AC എന്ന വികരണത്തിന്റെ നീളം. AC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ എയുടെ കോർഡിനേറ്റും സിയുടെ കോർഡിനേറ്റും നമുക്ക് അറിയാം അല്ലെ. എയുടെ കോർഡിനേറ്റ് എടുത്ത് എഴുതാം. നോക്കാം. ഓക്കെ, ഇവിടെ എടുത്ത് എഴുതേണ്ട ഞാൻ. എയുടെ കോർഡിനേറ്റ് ഏതാണ്? എയുടെ കോർഡിനേറ്റ് വരാ 75. എന്ന് എഴുതാ 75. ഓക്കെ, സി എന്ന് എഴുതാ. സിയുടെ കോർഡിനേറ്റ് എത്ര വരാ? സിയുടെ കോർഡിനേറ്റ് നോക്കിയാൽ മക്കളെ, സിയുടെ കോർഡിനേറ്റ് എത്രയാണ് കിട്ടിയത്? നമുക്ക് 15 3 ആണ് കിട്ടിയത്. ഓക്കെ, 15 3 സിയുടെ കോർഡിനേറ്റ് എടുത്ത് എഴുതാ 15 13 എന്നല്ല 13. ഓക്കെ, എന്താണ് ചെയ്യുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഇത് AC എന്നുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഏതാണ്? അവര് തമ്മിലുള്ള സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ? ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല നമ്മുടെ കോർഡിനേറ്റ് എന്നുള്ള ചാപ്റ്ററിലുള്ളതാണല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യണം? അതിന് മുമ്പായിട്ട് ഇതിന് മുകളിൽ x1 y1 x2 y2 എന്ന് എഴുതാം. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2
ഹോൾ സ്ക്വയർ. ഓക്കെ, തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെയാണ് നടക്കുന്നത്. തിരിച്ചെഴുതിയാലും ഒരു കുട്ടി x2 - x1 ഹോൾ സ്ക്വയർ എഴുതിയാലും y2 - y1 ഹോൾ സ്ക്വയർ എഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. കാരണം എന്താണ്, ഇത് സ്ക്വയർ ചെയ്യും. അപ്പൊ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് പോസിറ്റീവ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ബാക്കി ഇക്വേഷനുകളൊന്നും അങ്ങനെ മാറ്റി എഴുതാൻ പാടില്ല കേട്ടാ. അപ്പൊ ഇതെന്തായി, കുറയ്ക്കാം. അപ്പൊ എന്തായി, വേഗം വേഗം ചെയ്യാ. x1 - x2 എന്ന് പറയുമ്പോ 7 - 15 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 5 - 13 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലേ. 7 - 15 എത്രയാണെന്ന് അറിയോ? 7 - 15 7 15 ആവണമെങ്കിൽ എത്രയാണ്? 8 അല്ലെ. 8 സ്ക്വയർ ആണ്. പക്ഷെ 8 അല്ല, 7 എന്നാണ് 15 കുറയ്ക്കുന്നത്. അപ്പൊ -8 സ്ക്വയർ പ്ലസ് ഇവിടെ 5 13 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടാ? 8 തന്നെ കിട്ടാ. ഓക്കെ, അതായത് -8 ആണ്. 5 13 കുറച്ചാൽ -8 ആണ് കിട്ടാ. -8 സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര കിട്ടി? 8 സ്ക്വയർ 64 -8 സ്ക്വയറും 64 ആണ്. 64 + 64 കിട്ടിയല്ല 128. ഓക്കെ ആണോ? 128 കേട്ടാ. 128 ആണ് കിട്ടിയത്. √128 കിട്ടിയത്. ഓക്കെ, കറക്റ്റ് റൂട്ടുള്ള സംഭവം തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ഓക്കെ, കിട്ടിയല്ല, കിട്ടിയെന്നിരിക്കുന്നു. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽ. അടുത്ത ചോദ്യമാണ് എന്താണ്? ഫൈൻഡ് ദി പോയിന്റ് ഓഫ് കോർഡിനേറ്റ് ഓഫ് ദി ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽ. അതായത് സമാന്തരത്തിന്റെ വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കാണുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഡയഗണലും ഇപ്പുറത്തെ ഡയഗണലും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടാ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാണ് ചോദ്യം. ചോദ്യം ഒന്നും കൂടി വായിച്ച് പഠിക്കണം. എന്താണ്? ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽ. ഡയഗണലുകൾ വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ. അപ്പൊ എന്താണത്? രണ്ട് ഡയഗണൽ കൂട്ടിമുട്ടുന്നത് എവിടെയായിരിക്കും അറിയോ? എവിടെയായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. അതായത് ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും കേട്ടാ. അപ്പൊ ഒരു ഡയഗണലിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാനിവിടെ AB എന്ന് എഴുതിയില്ലേ, അതിന്റെ AC എന്ന് എഴുതിയില്ലേ, ആ ഡയഗണലിൽ അതെ A ഉണ്ട് C ഉണ്ട്. ഓക്കെ ആണല്ലോ. അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പോണ്ടാ. മിഡ് പോയിന്റ് ഫോർമുല ഓർമ്മയുണ്ടാ? മിഡ് പോയിന്റ് ഓഫ് ഈ ക്വസ്റ്റ്യൻ ആണ് ഓഫ് AC. എന്താണ് ഉദ്ദേശിക്കുന്നത്? മധ്യബിന്ദു ഇടാ. മധ്യബിന്ദു കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് x1 + x2/2 y1 + y2/2. ഓക്കെ ആണോ? അല്ലെങ്കിൽ 1/2 × x1 + x2 അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. ഇത് മതി. ഇതെന്താണ് ആലോചിക്കുക? എക്സിന്റെ ഭാഗം കൂട്ടാ പകുതിയാക്കാം, വൈയുടെ ഭാഗം കൂട്ടാ പകുതിയാക്കാം. കിട്ടിയാന്ന് നോക്കി. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. എന്തിന്റെ മിഡ് പോയിന്റ്? ഈ രണ്ട് പോയിന്റുകളുടെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യണവരുടെ മിഡ് പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ചെയ്താ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. x1 y1 ഒക്കെ സെയിം ആണ്. അപ്പൊ കൊടുക്കാം നമുക്ക്. എന്താണ് വരാ? മിഡ് പോയിന്റ് വരുമ്പോ 7 + 15/2 പിന്നെ y1 + y2 അല്ലെ 5 + 13/2. ഓക്കെ ആണല്ലോ. കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടാ. 7 + 15 എത്ര വരാ? 7ഉം 15ഉം കൂടിയിട്ടുണ്ടെങ്കിൽ 22/2 ഇവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 18/2. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര കിട്ടുക? 22ന്റെ പകുതി എന്ന് പറയുമ്പോ 11, 18ന്റെ പകുതി എന്ന് പറയുമ്പോ 9. ഓക്കെ, 11 9 ആണ് എന്ത് കിട്ടിയത്? ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽ കേട്ടാ. അതുപോലെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിലും എന്ത് കിട്ടും നിങ്ങൾക്ക്? അതുപോലെ തന്നെ സെയിം കിട്ടാം. ഓക്കെ, സെയിം ആണ് കിട്ടാം കേട്ടോ. 11 9. ഈ ഏതാണ് ഉദ്ദേശിച്ചത്? ഇപ്പുറത്തെ ഡയഗണൽ, രണ്ടാമത്തെ ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാലും അത് തന്നെ കിട്ടാം. BD എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാലും അത് തന്നെ കിട്ടാം. ഓക്കെ, രണ്ട് പോയിന്റുകളും കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ആണ്. അപ്പൊ 2 ഇക്വേഷൻ അല്ല 3 ഇക്വേഷൻ വേണ്ടി വന്ന്. അതിനാണ് ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വേണ്ടി വന്ന്, ഡിസ്റ്റൻസ് ഫോർമുല വേണ്ടി വന്ന്, മിഡ് പോയിന്റ് വേണ്ടി വന്ന്. മറക്കരുത്, 3 ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിരിക്കുക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദ്യം? വായിക്ക, ശരിക്കും വായിക്ക. ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് A and B ആർ 1 2 and 6 7. ഓക്കെ, അപ്പൊ ഞാൻ വേണമെങ്കിൽ എഴുതാണ്. ഒരു പോയിന്റ് ഉണ്ട്, A എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, 1 2 ആണ് കേട്ടോ. 1 2. ഓക്കെ, അടുത്തതുണ്ട് B എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 6 7 കേട്ടാ. Aയും Bയും 1 2 6 7 ആണ്. B എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് കേട്ടാ. ഇവിടെ A എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ B. B എത്രയാണ്? 6 7 കേട്ടാ. 6 7. ഓക്കെ, ഇനി എന്താണ് B ചോദിച്ചിട്ടുള്ളത്? എന്താണ്? P is a point on the line AB with AP is to PB = 1:4. ചോദ്യം വായിക്കണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? AB എന്ന വരയിൽ AP is to PB = 1:4 ആവുന്ന ഒരു ബിന്ദുവാണ് P. ഓക്കെ, അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. ഈ ഒരു വര എടുക്കുക. ഈ ഒരു വര ഉണ്ടെങ്കിൽ ആയിക്കാട്ടാ. Aയും Bയും ചോദിപ്പിക്കുന്ന ഒരു വര. അതിൽ P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവിടെയാണെന്ന് വിചാരിക്കുക. P എന്ന് പറഞ്ഞ പോയിന്റ്, AB എന്നുള്ള വരനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? 1:4 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യണത്. 1:4 കണ്ടാ. അത്രയും ഭാഗം AP is to PB 1:4 എന്ന് പറഞ്ഞാൽ AP എന്നുള്ള നീളം 1ഉം PB എന്നുള്ള നീളം 4 ആയിരിക്കും. 1:4. ഓക്കെ ആണല്ലോ. കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടാ. AP is to PB = 1:4. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താണ് ഈ ചോദ്യം? റേഷ്യോ എന്നുള്ള ഭാഗത്തു നിന്നൊന്ന ചോദ്യമല്ലേ? റേഷ്യോ, നമ്മുടെ റേഷ്യോ ചെയ്ത് ഓർമ്മയുണ്ടാ? റേഷ്യോ ചെയ്തത് എങ്ങനെയാണ്? എന്താ റേഷ്യോ ചെയ്തപ്പോ ഇക്വേഷൻ ഓർമ്മയുണ്ടാ?
ഞാനൊന്ന് വരച്ച് കാണിച്ചരാ. ഇവിടെ ഒന്ന് ജസ്റ്റ് കാണിച്ചരാ കേട്ടാ. ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വരി ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ x1 y1 ആണ്, ഈ പോയിന്റ് x2 y2 ആണ്. അതിനെ P എന്ന് പറഞ്ഞൊരു പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. m:n എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യണത്. m:n A എന്ന് പറഞ്ഞ പോയിന്റ് ആണത്, B എന്ന് പറഞ്ഞത് AB എന്നുള്ള വരന P എന്ന് പറഞ്ഞ പോയിന്റ് m:n എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്താൽ P എന്നുള്ളതിന്റെ x കോർഡിനേറ്റ് ഉണ്ടാവും, P എന്നുള്ളതിന്റെ y കോർഡിനേറ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? P എന്നുള്ളതിന് x ഉം y ഉണ്ടാവുമല്ലോ. P എന്നുള്ളതിന്റെ x കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് 2-3 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഒരെണ്ണം മെയിൻ ആയിട്ട് ഒരു സിമ്പിൾ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. എടാ, എന്താണ് ഇക്വേഷൻ? mx2 + nx1 m plus n. എടാ, x കോർഡിനേറ്റ് ഇട്ടാനുള്ള ഇക്വേഷൻ ആണ് mx2 + nx1 m plus n. ഓക്കെ, അത് y കോർഡിനേറ്റ് ഇട്ടാനുള്ളത് P എന്നുള്ളതിന്റെ y കോർഡിനേറ്റ് ഇട്ടാനുള്ള ഇക്വേഷൻ ആണ് my2 + ny1 m plus n. ഓക്കെ ആണോ? my2 + ny1 m plus n. ഓക്കെ ആണല്ലോ? പിന്നെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? മിഡ് പോയിന്റ് അല്ല, ഇത് റേഷ്യോന്റെ ഈ പോയിന്റ് P എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റുകൾ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ തിരിച്ചു വരാം. ഇതിന്റെ ആലോചിച്ച് നോക്കിയേ, ഏതാണ് m എന്നുള്ള പോയിന്റ് ഏതാ വരാ? ഇതാണ് m, ഈ റേഷ്യോ ആണ് m, ഇതാണ് n, ഇതാണ് x1 y1, ഇതാണ് x2 y2. ഓക്കെ ആണല്ലോ? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് P? P എന്നുള്ളതിന്റെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ P എന്നുള്ളതിന്റെ x കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, P എന്നുള്ളതിന്റെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. P എന്നുള്ളതിന്റെ x ഉണ്ട്, P എന്നുള്ളതിന്റെ y ഉണ്ട്. എടാ, അപ്പൊ P എന്നുള്ളതിന്റെ x കോർഡിനേറ്റ്, അപ്പൊ ഇത് എഴുതാ x കോർഡിനേറ്റ് ഓഫ് P equal to x coordinate of P equal to എന്ത് പറയാൻ പറ്റും? mx2 + nx1 m plus n അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? m1 into x2 എത്ര? 6 plus n into x1, അതായത് 4 into x1 എന്ന് വെച്ചാൽ 1 by m plus n. m plus n എന്ന് വെച്ചാൽ എന്താണ്? mx2 + nx1 m plus n. m plus n എന്ന് വെച്ചാൽ എന്താണ്? 1 + 4. കിട്ടിയല്ലോ? അപ്പൊ എത്രയാണ്? 1 into 6 6 6 + 4 1 into 4 4 by 5. എത്ര? 6 4 10 10/5 എന്ന് വെച്ചാൽ എത്ര മക്കളെ? 2 കിട്ടി. P എന്നുള്ളതിന്റെ x കോർഡിനേറ്റ് എത്രയാണ്? 2. P എന്നുള്ളതിന്റെ x കോർഡിനേറ്റ് 2 ആണ്. കാര്യം മനസ്സിലായല്ല? ഇക്വേഷൻ കൊടുക്കുക, ഗുണിക്കാനുള്ള ആദ്യം ഗുണിക്കണം, ലാസ്റ്റ് കൂട്ടാൻ പാടുള്ളൂ. ഗുണിക്കുക, കൂട്ടാ, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടാ. അടുത്തതോ y കോർഡിനേറ്റ് ഓഫ് P. y കോർഡിനേറ്റ് ഓഫ് P ട്ടാ. y കോർഡിനേറ്റ് ഓഫ് P, P യുടെ y സൂചക സംഖ്യ എന്താണ്? ഇക്വേഷൻ m/2 + ny1 m plus 1. ഓക്കെ ആണല്ലോ? m/2 അതായത് 1 into y2 എത്രയാണ്? 7 പ്ലസ് n/1 4 into y1 എത്രയാണ്? 4 into y1 എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 1 + 4 അല്ലെ? m plus n. ഓക്കെ, 1 into 7 7 7 പ്ലസ് 4 into 2 8 8/5. 8ഉം 7ഉം കൂടിയാൽ എത്രയാണ്? 15 15/5 എന്ന് വെച്ചാൽ എത്രയാണ്? 3. അപ്പൊ P എന്നുള്ളതിന്റെ കോർഡിനേറ്റ് കിട്ടിയല്ല? വടിയിലെഴുതാ. കോർഡിനേറ്റ് ഓഫ് P ഈക്വൽ ടു എന്താണ് വരാ? എക്സിന്റെ ഭാഗം 2 കിട്ടി, വൈയുടെ ഭാഗം 3 കിട്ടി. 2,3 കിട്ടിയാ? ഇത്രയേ ഉള്ളൂ. കാര്യം നോക്കാ. ഇതാണ് ഇക്വേഷൻ, ഇതാണ് മെത്തേഡ്. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. എക്സ് കോർഡിനേറ്റ് ഇടാനായിട്ട് m പ്ലസ് ഇക്വേഷൻ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ ആണ് ഞാൻ പറയുന്നത്. x1 + m/m plus n into x2 - x1. കേട്ടാ? എക്സ് കോർഡിനേറ്റ് ഇട്ടാനുള്ള ഈ ഇക്വേഷൻ എഴുതിയില്ലേ? ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഓക്കെ, ഈ വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇങ്ങനെ പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പഠിക്കാം. കേട്ടാ? ഇതാണ് എനിക്ക് എളുപ്പം തോന്നിയത് കുറച്ചുകൂടി. ഇത് പഠിച്ചാലും കുഴപ്പമില്ല. ഇതാണ് ഇക്വേഷൻ x1 + m/m plus n into x2 - x1. മറ്റേതോ y കിട്ടാനുള്ളത്, P എന്നുള്ളതിന് y കിട്ടാൻ y1 + m/m plus n into y2 - y1. കണ്ടാ? ഇക്വേഷൻ നോക്കി, 2 ഇക്വേഷനുകളുണ്ട്. ഇതിനാണ് ഇങ്ങനെ മാറ്റിയത്. കേട്ടാ? ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. അപ്പൊ അത് കിട്ടി അല്ലേ? ഞാൻ അടുത്ത പറയട്ടെ? അടുത്ത പറയാം. എന്താണ് പറയുന്നത് നോക്കി. അടുത്തത് PB എന്ന വരയുടെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്താണ്? PB എന്ന വര, അതായത് നോക്കി ഇംഗ്ലീഷിലുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദി കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ദി PB എന്നുള്ള വര നോക്കിയാൽ P തുടങ്ങി B വരെയുള്ള ഇതിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തിനാണ്? മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് Pയുടെയും Bയുടെയും. ഓക്കെ ആണോ? P എന്നുള്ളതിന്റെ പോയിന്റ് നമുക്ക് കിട്ടി 2 3, B എന്നുള്ള പോയിന്റ് അറിയാം 6 7. ഓക്കെ ആണോ? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ചെയ്യാ? PB എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് ആണ് ചെയ്യണം കേട്ടാ. അപ്പൊ ഞാനിപ്പോ പറയാം, ഇത് വായിച്ചാളാ കേട്ടാ. മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇത് നിങ്ങൾ എഴുതിയിരിക്കണം. എന്നിട്ട് അടുത്ത എന്തായാലും ചോദ്യങ്ങളൊക്കെ എഴുതിയിരിക്കണം കേട്ടാ. ഓക്കെ, അപ്പോ അടുത്തത് പറയണത് PB എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് അല്ലേ? PB എന്നുള്ളതിന്റെ P എന്നുള്ള പോയിന്റ് എടുത്ത് എഴുതാം. P എന്നുള്ള പോയിന്റ് എത്രയാണ്? 2 3. B എന്നുള്ള പോയിന്റ് എത്രയാണ്? B എന്നുള്ള പോയിന്റ് 6 7 കേട്ടാ. PB എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് ആണ് വേണ്ടത്. മിഡ് പോയിന്റ് ആണ് ഇക്വേഷൻ നമുക്കറിയാം. x1 + x2/2, y1 + y2/2 അല്ലേ?
എക്സിന്റെ ഭാഗം കൂട്ടും പകുതിയാക്കും, വൈയുടെ ഭാഗം കൂട്ടും പകുതിയാക്കും. ഓക്കെ ആണോ? അപ്പൊ ഇതിനകത്ത് പോയിന്റുകൾക്ക് പേര് കൊടുക്കുക. ഇന്നെ പേര് കൊടുക്കുക. ജസ്റ്റ് എന്താണ് x1 y1, തെറ്റിക്കരുത് x2 y2 ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. x1 y1 x2 y2. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. എന്താണ് x1 + x2 / 2, y1 + y2 / 2 x1 + x2 / 2, y1 + y2 / 2. ഇതാണ് എന്ത്? മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടാ. മിഡ് പോയിന്റ് റേഷ്യോ ആണ് കുറച്ചത്തെ ചെയ്തത്. അതിനകത്ത് തന്നെ മിഡ് പോയിന്റ് വന്നു. റേഷ്യോ മിഡ് പോയിന്റും ഒറ്റ ചോദ്യത്തിൽ മിക്സ് ആയി വന്നതാണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? ചെയ്ത് നോക്കാം. എന്താണ് ചെയ്യാ? x1 + x2 അല്ലെ 2 + 6/2, y1 + y2 3 + 7/2. ഓക്കെ, അപ്പൊ എന്താണ് കിട്ടാ? മിഡ് പോയിന്റ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഈക്വൽ ടു 2 6 കൂടി കൂട്ടിയപ്പോ 8, 8ന്റെ പകുതി. 8ന്റെ പകുതി എത്രയാണ്? 4. ഇവിടെ 3 7 കൂടി കൂട്ടിയപ്പോ 10, 10ന്റെ പകുതി 5. 4 5 ആണ് എന്ത്? മിഡ് പോയിന്റ് ഓഫ് PB എന്നുള്ള പോയിന്റിന്റെ മിഡ് പോയിന്റ് എത്രയാണ്? 4 5. ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ് വിചാരിക്കണത്. സിമ്പിൾ ആണ്. അപ്പൊ ചോദ്യം മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ റേഷ്യോ വെച്ചിട്ട് കണക്കേണ്ടത് ഇങ്ങനെയാണ്. റേഷ്യോ വെച്ചിട്ടുള്ള കണക്ക് പഠിക്കണം. ഈ ടൈപ്പിലാണ് ചോദ്യം വരാ. ഈ വരുമ്പോ ഇക്വേഷൻ കറക്റ്റ് അറിയണ കുട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ അറിയണം, റേഷ്യോയുടെ ഇക്വേഷൻ അറിയണം. അപ്പൊ 2 ഇക്വേഷനും എന്തായാലും പഠിക്കണം കേട്ടാ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയാലോ. എന്താണ് വെച്ചിട്ടുള്ളത്? 4 5 8 1 എന്നിവ ഒരു വരയിലെ 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ്. വരയുടെ ചെരിവ് കാണുക. ഓക്കെ, എന്താണ്? 4 5 ഉം 8 11 are the coordinate of 2 points on a line. Find the slope of the line. എന്താണ്? സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചോദിക്കണ്ടേ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് പോയിന്റ് x1 y1, ഇത് x2 y2 ആണെന്ന് വിചാരിക്കാം. 2 പോയിന്റുകളുണ്ട്, x1 y1 x2 y2. ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ഒരു വരയുടെ സ്ലോപ്പ് m ആണ് സ്ലോപ്പിന്റെ ലെറ്റർ. m ആണ് ഇക്വേഷൻ. ആണ് y2. ഇക്വേഷൻ ഇതാണ് y2 - y1 / x2 - x1. കിട്ടിയാ? വൈയുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ എക്സിന്റെ വ്യത്യാസം. ഓക്കെ ആണോ? കിട്ടിയാന്ന് നോക്കിയേ. സ്ലോപ്പ് കാണാനുള്ള ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഇക്വേഷൻ ആണ്. y കുറയ്ക്കുക ബൈ x കുറയ്ക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വരാ. ഇതിനകത്ത് എന്താ വരാ നോക്കാം. ഈ പോയിന്റുകൾ കേട്ടാ, ഈ 2 പോയിന്റുകൾ പറഞ്ഞാൽ ഞാൻ പറയാ 4 5 ഉം അടുത്തത് എത്രയാണ്? 8 7 ഉം. ഓക്കെ, ഈ 2 പോയിന്റുകളാ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലെ ചോദ്യം? സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ് എന്ന് വെച്ചാൽ ചെരിവ് കേട്ടാ. ചെരിവ് കാണുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? പോയിന്റുകൾക്ക് പേര് കൊടുക്കുക. x1 y1 ആണെങ്കിൽ ഇത് x2 y2 ആണെന്ന് വിചാരിക്കാം. എന്താണ് ഇക്വേഷൻ? സ്ലോപ്പ് m equal to y2 - y1 7 - 5 x2 - x1 8 - 4. അപ്പൊ എത്ര? 7 5 കുറച്ചിട്ടുണ്ടെങ്കിൽ 2 2/8 4 കുറച്ചാല് 4. ഓക്കെ, 2/4 ചെറുതാക്കിയപ്പോ മുകളിലും താഴെയും പകുതിയാക്കി ഡിവൈഡ് ചെയ്തിട്ട് 2 ഉണ്ട്. അപ്പൊ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താ 2. 1/2 ആണ് എന്ത് കിട്ടിയത്? സ്ലോപ്പ് കിട്ടിയത്. ഓക്കെ ആണോ? സ്ലോപ്പ് ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യണ വരയുടെ സ്ലോപ്പ് ആണ് 1/2. കിട്ടിയാലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ഇത്രേ ഉള്ളൂ. എന്താണ്? സ്ലോപ്പ് y2 - y1 / x2 - x1 ആണ്. എന്ത് കാണാനുള്ള ഇക്വേഷൻ ആണ് മക്കളെ? സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ ആണോ? കിട്ടിയാലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ഇനി അതിനകത്ത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. അടുത്ത ബി ചോദ്യം നോക്കാം. എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. സിമ്പിൾ ആണ്. ചോദിക്കും, മിക്കവാറും ഇക്വേഷൻ ഓഫ് ലൈൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് നോക്കി. ഇത്രേ ഉള്ളൂ. ഏതൊക്കെ തമ്മിലുള്ള പോയിന്റുകളാണ്? ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. 4 5 8 7 അല്ലെ. അപ്പൊ ഞാൻ ഒന്നുകൂടി വരയ്ക്കാണ്. 4 5 ഉം 8 7 കേട്ടാ. 8 7 8 7. ഓക്കെ, 4 5 8 7 ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യണവരടാ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോ എന്താണ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ? ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. ഈ വരയില ഒരു പോയിന്റ് ആണ് x, y എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ആലോചിക്കണം. ഇക്വേഷൻ ആണ് എഴുതാൻ പോണത്. ഇക്വേഷൻ എഴുതുമ്പോ എന്തായാലും x y ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഇക്വേഷനിൽ. അപ്പൊ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഈ വരയില ഒരു പോയിന്റ് ആണ് x y എന്ന് എടുക്കണം കേട്ടാ. ഇതുപോലെ ഒരു പോയിന്റ് ആണ്, എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റ് ആണെന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ വരയിലുള്ള ഒരു പോയിന്റ് ആണ് x y എന്ന് അസ്യൂം ചെയ്ത്. അപ്പൊ ആദ്യമാണെങ്കിൽ അത് ആ സ്റ്റെപ്പ് എഴുതാ. അസ്യൂം എന്താണ് അസ്യൂം ചെയ്തത്? xy ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഓക്കെ, xy ഈ വരയില് ഒരു ബിന്ദു ആണെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ എടുക്കുക. ഓക്കെ, എടുക്കുക. കിട്ടിയല്ല. ഇനി എന്താ ചെയ്യാ? ഓക്കെ, ഇനി എന്താ ചെയ്യാ? അടുത്ത സ്റ്റെപ്പ് നോക്കി. ആദ്യം ഞാൻ പറയാ ഇതിന x1 y1 ആണെന്ന് വിചാരിക്കാം. ഇത് x2 y2 ആണെന്ന് വിചാരിക്കാട്ടാ. ആദ്യം ഈ പോയിന്റും ഇതും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഏതൊക്കെ തമ്മിലുള്ളതാണ്? ഇതും തമ്മിലുള്ള സ്ലോപ്പ് എടാ. ഈ ആദ്യത്തെ ഒരു പോയിന്റും ഇതിനകത്ത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള x y എന്നുള്ള പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പ് എന്താണ് ഇക്വേഷൻ? y2 - y1 / x2 - x1 അല്ലേ. അപ്പൊ ഇതിനകത്ത് y2 ന് പകരം ഇവിടെ കിടക്കണത് y ആണ് അല്ലെ. y അല്ലേ കിടക്കണത്? y -
y1 പകരം കിടക്കണത്തിനാണ് 5 ബൈ x2 മൈനസ് x1. x2 പകരം x ആണ് കിടക്കുന്നത്, x1 പകരം 4 ആണ് കിടക്കുന്നത്. ഓക്കെ ആണോ? ഇത് തമ്മിലുള്ള വ്യത്യാസം ബൈ ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതി. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നത് കേട്ടാ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഈക്വൽ ടു ഒരു വരയിലെ പോയിന്റുകളുടെ സ്ലോപ്പുകൾ ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നോക്കിയേ, ഒരു വരയിൽ എത്ര പോയിന്റ് ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഇട്ടിട്ടേ എന്തെഴുതാൻ പോണെന്നാ, ഇതും ഇതും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോണു. ഇതിന് x1 y1 ആണെങ്കിലേ ഇതിന് x2 y2 എന്ന് എടുക്കുകയാണ് കേട്ടാ. നിങ്ങൾ വിചാരിക്കും ഇവിടെ x2 y2 ഉണ്ടല്ലോ, പിന്നെ ഇവിടെ എന്താണ് x2 y2 എന്ന്. ഇതിപ്പോ ഇതിനെ പറ്റി പറയുമ്പോഴാണ് അതെടുത്തത്. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്തത് ഈ പോയിന്റും ഈ പോയിന്റാണ് പറയണത്. ഓക്കെ, അപ്പൊ ഒരെണ്ണം x1 y1 ആണെങ്കിൽ അടുത്ത നമുക്ക് x2 y2 എടുക്കാം. ഓക്കെ ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ x1 y1 x2 y2 ഒക്കെ മുകളിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എഴുതിയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നും വരില്ല എടാ. ഇതും തമ്മിലുള്ള സ്ലോപ്പ് നമുക്ക് എത്രയാണ് കിട്ടിയത്, കുറച്ച് നേരത്തെ ഞാൻ അപ്പുറം ചെയ്ത് വെച്ചിട്ടുണ്ടായി. വേണമെങ്കിൽ അങ്ങനെ അത്രയും ലോജിക്കുള്ളവരുണ്ടെങ്കിൽ അപ്പുറം കണ്ടുപിടിച്ച് അതേ സാധനം എടുത്ത് ഇവിടെ എഴുതാം, ചെയ്താലേ തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിലോ ചെയ്യാം, ഒന്നുകൂടി ചെയ്തു വേണമെങ്കിൽ. ഇതും തമ്മിലുള്ള സ്ലോപ്പ് 7 മൈനസ് 5 ബൈ y2 മൈനസ് 7 ബൈ x2 മൈനസ് x1 അല്ലെ, 8 മൈനസ് 4. ഓക്കെ, ചെയ്തപ്പോ ഒന്നും കൂടി എഴുതാം, y മൈനസ് 5 ബൈ x മൈനസ് 4 ഈക്വൽ ടു ഇത് എത്ര ചെറുതാക്കിയപ്പോ കിട്ടിയത് 2/4 കിട്ടി. ഇവിടെ വേണമെങ്കിൽ 2/4 ചെറുതാക്കിയപ്പോ എത്ര കിട്ടിയത് 1/2 അല്ലെ, ഈക്വൽ ടു 1/2. കണ്ട, ഇക്വേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതിട്ടാ 1/2. മനസ്സിലായല്ല? ഇത് ചെറുതാക്കിയപ്പോ കിട്ടിയ സാധനമാണ് 1/2. അത് നമുക്ക് ഓൾറെഡി അപ്പുറം ഉണ്ടായിരുന്നു അല്ലെ. അപ്പുറം എന്ന് വെച്ചാൽ തൊട്ടിപ്പുറം നമ്മൾ ചെയ്തതാണ്. ഇതേ കണ്ട 1/2 സ്ലോപ്പ് കിട്ടി. ഇതും ഇതും തമ്മിൽ ചെയ്തപ്പോ എനിക്ക് കിട്ടിയതാണ് 1/2. പിന്നെയും അതുപോലെ സെയിം സാധനം വന്നപ്പോ എനിക്ക് 1/2 എഴുതാൻ പറ്റി. ഓക്കെ, ആ ലോജിക്കല് സിമ്പിൾ ആയിട്ട് എഴുതി. അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. ഇതുപോലെ 1/2 ആണ് കിട്ടണമെങ്കിൽ എഴുതാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, അടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ആട്ടാ. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ പലർക്കും അറിഞ്ഞൂടാ എന്താണ് ചെയ്യേണ്ടത്. അടിയിലുള്ള ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഡിവിഷനുള്ളതിനെ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, ഇപ്പൊ ഇവിടേക്ക് വരുമ്പോ എന്താണ്, y മൈനസ് 5ന്റെ അടുത്തേക്ക് 2 വരെയാണ്, ഇൻറ്റു 2 നമ്മൾ എഴുതി വെക്കും. പക്ഷെ ഇങ്ങനെ എല്ലാത്തും എഴുതേണ്ടത് എന്താണ്, y മൈനസ് 5 മൊത്തത്തിന്റെ അടുത്തേക്കാണ് 2 വരുന്നത് അല്ലെ. y മൈനസ് 5 ബ്രാക്കറ്റ് ഇട്ടാണ് എഴുതാൻ. ഓക്കെ, ഈക്വൽ ടു 1ന്റെ അടുത്തേക്ക് ഇത് വരെയാണ്, 1 ഇൻറ്റു x മൈനസ് 4, 1 ഇൻറ്റു x മൈനസ് 4 വരെയാണ്. എടാ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതല്ല, ഇത് ഉള്ളിക്ക് ഗുണിക്കാം, y ഇൻറ്റു 2. ഇത് ഉള്ളിക്ക് ഗുണിക്കാന്ന് വെച്ചാൽ ഇതിന് ആദ്യം ഇതുകൊണ്ട് ഗുണിക്കും, ഈ 2 അതുകൊണ്ട് ഇതുകൊണ്ട് ഗുണിക്കും അല്ലെ. y ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2y മൈനസ് 5 ഇൻറ്റു 2 എത്രയാണ് 10 ഈക്വൽ ടു 1 കൊണ്ട് x മൈനസ് 4 ഗുണിച്ചാൽ എന്തായിരിക്കും, x മൈനസ് 4 തന്നെ ആയിരിക്കും. x മൈനസ് 4 അല്ലേ, 1 കൊണ്ട് ഏത് നമ്പർ ഗുണിച്ചാലും അത് തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പുറം അതുപോലെ ഉള്ളിക്ക് ഗുണിക്കണം. പക്ഷെ ഇവിടെ 1 ആയ കാരണം ഉള്ളിക്ക് ഗുണിക്കണ്ട, സെയിം സാധനം തന്നെ ആയിരിക്കും എടാ. ഓക്കെ, അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടിയാൽ എന്ത് ചെയ്യാ, എല്ലാത്തിനെയും വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റാം. ഓക്കെ, ഞാൻ മാറ്റണം, നോക്കിക്കോ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാത്തിനെയും ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാണ്. അപ്പൊ നോക്കാം, ഞാൻ എല്ലാത്തിനും അവിടേക്ക് കൊണ്ടുപോയി. ലെഫ്റ്റ് സൈഡ് എന്റെ മൊത്തം 0 ആയി പോയി. 0 ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് എത്തിയതൊക്കെ ഓൾറെഡി ഇവിടെ x ഉണ്ട്, മൈനസ് 4 ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഈ 2y അപ്പുറം വന്നപ്പോ മൈനസ് 2y ആയി, ഈ മൈനസ് 10 അപ്പുറം പോയപ്പോ പ്ലസ് 10 ആയി. ഓക്കെ ആണല്ലോ, പ്ലസ് 10 ആയി. കാര്യം മനസ്സിലായി വിചാരിക്കണേ. അപ്പൊ ഒന്നും കൂടി ഓർഡർ ചെയ്ത് എഴുതുമ്പോ ആദ്യം x എഴുതാ, പിന്നെ y-യുടെ ടേം എഴുതാ, പിന്നെ നമ്പറുകൾ എഴുതാ. അതിന് മുമ്പ് നമ്പറുകൾ നോക്കി, മൈനസ് 4 പ്ലസ് 10 ഉണ്ട് അല്ലെ, 2 നമ്പർ. മൈനസ് 4 പ്ലസ് 10 എത്രയാണ്, ഇവിടെ നോക്കിയാലോ, മൈനസ് 4 പ്ലസ് 10 എത്രയാണ് ഉത്തരം വരാ, 6 അല്ലേ. പോസിറ്റീവ് നോക്കിയേ, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വന്നാൽ വലുതിന് ചെറുത് കുറയ്ക്കാൻ വലുതിന് ചിഹ്നം അല്ലെ. പോസിറ്റീവ് 6 ഉത്തരം കിട്ടിയത്. 10 ന്ന് 4 കുറച്ച് 6 കിട്ടി. ഓക്കെ, അപ്പൊ അവിടെ 6 ആണ്, പ്ലസ് 6 ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഒന്ന് ഓർഡർ ചെയ്ത് എഴുതാം. ആദ്യം x എഴുതി, പിന്നെ y ഉള്ള ടേം x പോസിറ്റീവ് ആണ്, y എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ്. ഓക്കെ, അടുത്തതോ ഇതും ഇതും കൂടി ചെയ്തപ്പോഴാണ് പ്ലസ് 6 കിട്ടിയത്. പ്ലസ് 6 ഈക്വൽ ടു 0. ഇതാണ് എന്ത്, ഇക്വേഷൻ ഓഫ് ലൈൻ. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം ഇവിടെ വരെ എഴുതാൻ പറ്റുമോ അത്ര എത്തിക്കുക, അത്ര എത്തിച്ച് നിർത്താ കേട്ടാ. വലിയ മാർക്ക് ഒന്നും കുറയ്ക്കൂല, അത്ര എത്തിച്ച് നിർത്താം എടാ. ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് ചെയ്തത്. ആദ്യം x എഴുതി, പിന്നെ y-യുടെ ടേം എഴുതി, ചിഹ്നടക്കം എഴുതണം. പിന്നെ ഒരു മൈനസ് 4 ഒരു പ്ലസ് 10 ഉണ്ട് അല്ലെ. മൈനസ് 4 പ്ലസ് 10 വന്നപ്പോ എന്ത് ചെയ്യണം, വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടാം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണേ ടാ. ഓക്കെ ആണോ, ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. അപ്പൊ അത് കഴിഞ്ഞ് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടാ. അടുത്ത നോക്കാം, ഒരു വരയുടെ സമവാക്യം, ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ തന്നേക്കേട്ടാ. ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെയാണ്, 2x മൈനസ് 2y പ്ലസ് 6 ഈക്വൽ 0. ഓക്കെ, ഇത് നേരെ തിരിച്ചിട്ടാണല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വിചാരിച്ചു. ഇതല്ല, ഇത് വേറെയാണ്. ഓക്കെ, ഇത് നോക്കിയേ, ഒരു വരയുടെ സമവാക്യം x പ്ലസ് 2y മൈനസ് 6 ഈക്വൽ ടു 0 ആണ്. ഒരു വരയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ചോദ്യം നോക്കാട്ടാ. ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് ഇത് തന്നിട്ടുണ്ട് എടാ. എന്താണ് ചോദിച്ചിട്ടുള്ളത്, എ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി ലൈൻ കട്ട് ദി x ആക്സിസ്. ഓക്കെ, ഈ വര x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എന്താണ്, ഈ വര ട്ടാ. അതായത് 2x x പ്ലസ് 2y മൈനസ് 6, x പ്ലസ് 2y
മൈനസ് 6 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് തന്നേക്കണത്. ഈ വര എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ ഇതിങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെന്ന് വിചാരിക്കാം. എക്സ് ആക്സിനെ കട്ട് ചെയ്ത് ഈ വര ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പോവാ, അതിങ്ങനെയൊക്കെ ആയിരിക്കും കട്ടായോ. ഓക്കെ, ഈ വര ഉണ്ടാ നമുക്ക് ഒന്നുകൂടി വരയ്ക്കാം മനസ്സിലാവാനായിട്ട്. ഞാൻ ഇപ്പൊ വേറെ മെഷീൻ വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ അറിയാന്ന് വിചാരിക്കണട്ടാ. എക്സ് വൈ, എക്സ് ആക്സിനെ വൈ ആക്സിനെ ഈ വര ഇങ്ങനെ കട്ട് ആവണമെന്ന് വിചാരിക്കും. ഈ നീലോണ്ട് വരച്ചാണ് വര, ആ വരയുടെ ഇക്വേഷൻ ഈ തന്നേക്കണത്. ഈ വര എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റിന്റെ കോർഡിനേറ്റ്. ഓക്കെ, ചോദ്യം മനസ്സിലായല്ല. അപ്പൊ ഞാനിപ്പോ എടുക്കാണ് ഈ വര എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റ് എക്സ് 0 എന്ന് എടുക്കാണ്. കാരണം നോക്കി, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കൂലേ, ആണല്ല. ഇനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് 0 അറിയണ കാര്യമുള്ള. എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വൈയുടെ ഭാഗം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, എക്സ് 0 എന്ന് എടുത്തു ഈ പോയിന്റ്. ഇന്ന് നോക്കിയാലോ, ഇതാണ് ഇക്വേഷൻ അല്ലെ, ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് ഈ കാണുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാ, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഈ വരയിലുള്ള പോയിന്റ് ആണത്. ഈ പോയിന്റ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും നോക്കിയേ, വൈയുടെ ഭാഗം എക്സിന്റെ ഭാഗത്തിന് പകരം എക്സിന് പകരം ഇത് കൊടുക്കുക, എക്സ് കൊടുക്കുക, വൈക്ക് പകരം എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. എടാ ഈ വരയിലെ പോയിന്റ് അല്ല എക്സ് 0. അതെ, അപ്പൊ അതെടുത്ത് അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. ലെറ്റ് എക്സ് 0 ഈസ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ കട്ട് ചെയ്യണ പോയിന്റ് ആണ് എക്സ് 0 എന്ന് എടുത്തു. ഓക്കെ ആണോ, എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്യാൻ പോണത്. എക്സ് 0 എന്നുള്ളത് ഇക്വേഷനിൽ കൊടുക്കാണ്. ഇക്വേഷനിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. കണ്ടാ, എക്സിന് പകരം എന്ത് കൊടുത്ത്, എക്സ് കൊടുത്ത്, പ്ലസ് 2 ഇൻറ്റു വൈക്ക് പകരം എന്ത് കൊടുത്ത്, 0 കൊടുത്തു. എവിടെ നിന്നാണ് 0? നീ കണ്ട വൈയുടെ ഭാഗം 0 അല്ലേ, വൈക്ക് പകരം 0 കൊടുത്തു. മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ എന്തായി, 2 ഇൻറ്റു 0 0 ആണ്. എക്സ് മൈനസ് 6 ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു മൈനസ് 6. അപ്പുറം പോയപ്പോ 0 പ്ലസ് 6 എന്ന് വെച്ചാൽ 6. അതായത് എക്സിന്റെ വില കിട്ടി, എന്താണ്, 6 എന്ന് കിട്ടി. എക്സിന് 6 എന്ന് കിട്ടിയാൽ എന്താണ്, ദ ലൈൻ കട്ട് ദി എക്സ് ആക്സിസ്, ദി ലൈൻ കട്ട് ദി എക്സ് ആക്സിസ് അറ്റ് എത്രയായിരിക്കും, 6 0. കണ്ട, ഈ സർക്കിൾ ഈ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യണ എത്രയിലായിരിക്കും, 6 0 ഇത്രയും പണിയുള്ളൂ. നോക്കി ഞാൻ എന്താ ചെയ്തത്, ഈ വര എക്സ് ആക്സിനെ കട്ട് ചെയ്യണ പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാനാ ചോദിച്ചേ. അപ്പൊ കട്ട് ചെയ്യണ പോയിന്റ് നമ്മൾ എന്തെടുത്ത്, നമുക്ക് അറിയാൻ പാടില്ല ഏതാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെടുത്ത്, എക്സ് 0 ആണെന്ന് എടുത്തു. എക്സ് 0 എന്നുള്ള സാധനം എന്ത് ചെയ്ത്, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. എക്സിന് പകരം ഇവിടത്തെ കിട്ടിയ സാധനം ഇവിടെ എക്സ് തന്നെയാണ്, അപ്പൊ അത് മാറ്റാനില്ല. വൈക്ക് പകരം ഇവിടെ കിട്ടിയിട്ടുള്ളത് വൈയുടെ ഭാഗം 0 അല്ലേ, അപ്പൊ അത് കൊടുത്തു. എക്സിന് വില കിട്ടി, എക്സിന് 6 ആണ് കിട്ടിയത്. അപ്പൊ ഈ പോയിന്റ് എന്താണ്, 6 0 ആണ്. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ നോക്കിയേ, ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി ലൈൻ കട്ട് ദി വൈ ആക്സിസ്. ഈ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഈ പോയിന്റ് കട്ട് ചെയ്യണ പോയിന്റ് എന്തെടുക്കും, 0 y എന്ന് എടുക്കണം. ഓക്കെ ആണോ, ദി ലൈൻ കട്ട് ദി വൈ ആക്സിസ് അറ്റ് 0 y. ഓക്കെ, ദി ലൈൻ കട്ട് ദി വൈ ആക്സിസ് അറ്റ് 0 y എന്ന് എടുക്കാം. എടാ, ലൈൻ കട്ട് ദി വൈ ആക്സിസ് അറ്റ് എത്രയായിരിക്കും, 0 y. ഓക്കെ, ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റിനാ 0 y എന്ന് എടുത്തിട്ടാ, 0 y ട്ടാ. ഓക്കെ, 0 y കട്ട് ചെയ്യണമെങ്കിലേ എന്തായിരിക്കും എടുക്കുക, 0 y കട്ട് ചെയ്താൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ. അപ്പൊ ഇക്വേഷൻ കൊടുത്തപ്പോ എന്തായി, എക്സ് ഉള്ള ഭാഗത്ത് 0 ആണ്, വൈ ഉള്ളത് വൈ തന്നെ കൊടുക്കണം. ഓക്കെ, നമുക്ക് കൊടുക്കാം 0 പ്ലസ് 2y മൈനസ് 6 ഈക്വൽ ടു 0. ഓക്കെ ആണോ, 0 പ്ലസ് 2y മൈനസ് 6 ഈക്വൽ ടു 0. അതായത് 2y മൈനസ് 6 ഈക്വൽ ടു 0. ഇനി വേണമെങ്കിൽ എഴുതാ, ഈ മൈനസ് 6 അപ്പുറം പോയപ്പോ 2y ഈക്വൽ ടു 0 പ്ലസ് 6 ആയി. 0 പ്ലസ് 6 എന്ന് വെച്ചാൽ 6 ആണ്. ഓക്കെ ആണോ, ഇനി y ഈക്വൽ ടു 3 ആണ് കേട്ടാ. y ഈക്വൽ ടു 2 അപ്പുറം പോയപ്പോ 6/2, അതായത് y ഈക്വൽ ടു 3 കിട്ടി. അതായത് ഓക്കെ, ഈ പോയിന്റ് y ആക്സിനെ കട്ട് ചെയ്യണ പോയിന്റ് കിട്ടി, എന്താണ്, 0 3. കണ്ടാ, 0 3യിലാണ് ഈ പോയിന്റ് കട്ട് ചെയ്യാ. നോക്കിയേ, കാര്യം മനസ്സിലായ, വൈക്ക് 3 കിട്ടി. അപ്പൊ 3 അവിടെ കൊടുത്തപ്പോ 0 3. അപ്പൊ ഒരു പോയിന്റ് കട്ട് ചെയ്യണ ഈ പോയിന്റ് എത്രയാണ്, 6 0യും ഇപ്പുറം വൈ ആക്സിനെ കട്ട് ചെയ്യണ പോയിന്റ് എത്രയാണ്, 0 3യും. കണ്ടാ, രണ്ട് പോയിന്റുകൾ കട്ട് ചെയ്യണ പോയിന്റുകൾ കിട്ടിയാലോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം കേട്ടാ. 0 3 എന്ത് ചെയ്യാ, കിട്ടിയിട്ടുള്ള വില ഇക്വേഷൻ കൊടുക്കുക. എന്താണ് അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ എന്നൊക്കെ വെച്ചാല്, ലൈനിന്റെ എല്ലാ കാര്യങ്ങളും ഒബേ ചെയ്യണ ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇതുപോലെ വിലകളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എടാ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 2 പോയിന്റ് കിട്ടിയില്ലേ. എന്താണ്, വരയുടെ ചെരിവ് കാണുക, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ. സ്ലോപ്പ് ഓഫ് ദി ലൈൻ കാണണം. ഏതിന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈ വരയുടെ സ്ലോപ്പ്. ഇപ്പൊ 2 പോയിന്റ് കിട്ടിയില്ലേ, ഒരെണ്ണം 6 0യും ഒരെണ്ണം 0 y കിട്ടിയില്ലേ. അപ്പൊ എന്ത് ചെയ്യാ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോ എന്ത് ചെയ്യാ,
ഇവിടെ കൊടുക്കണ്ട് ഒരു പോയിന്റ് ഇവിടെ കൊടുക്കാം കേട്ടാ. ഒരെണ്ണം നോക്കി, ഒരു പോയിന്റ് 2 പോയിന്റുകളുണ്ട്. ഒരെണ്ണം 0 3, ഒരെണ്ണം 6 0 6 0. എങ്ങനെ കൊടുക്കുക? ഒരെണ്ണം x1y1, അടുത്തത് x2y2 കൊടുക്കുക. സ്ലോപ്പ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സ്ലോപ്പ് ചെരിവല്ലേ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് ഇക്വേഷൻ. ഓക്കെ, y2 മൈനസ് y1 അതായത് എത്രയാ? y2 മൈനസ് y1 എന്ന് പറയുമ്പോ 3 മൈനസ് 0 ബൈ x2 മൈനസ് x1. x2 എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ? x2 മൈനസ് x1. 0 മൈനസ് 6 0 മൈനസ് 6. അപ്പൊ എത്ര വരാ? 3 ബൈ മൈനസ് 6. 3 ബൈ 6 എത്രയാണെന്ന് അറിയോ? 1/2 ആണ്. പക്ഷേ മൈനസ് ഉള്ള കാരണം മൈനസ് 1/2 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ കിട്ടി. അതുകൊണ്ട് സ്ലോപ്പ് എത്രയാ? മൈനസ് 1/2. എവിടെ മൈനസ്? ഈ മൈനസ് 6ന്റെ മൈനസ് വേണമെങ്കിൽ നടുക്ക് എഴുതാ, അല്ലെ മുകളിൽ എഴുതാ, അല്ലെങ്കിൽ താഴത്ത് എഴുതാ, എവിടെ എഴുതിയാലും കുഴപ്പമില്ല എടാ. അപ്പൊ ഈ മൈനസ് 6 ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ മൈനസ് 1/2 ആണ് എന്ത് ആൻസർ? എന്തിന്റെ ആൻസർ? സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി ലൈനിന്റെ ആൻസർ ആണ് മൈനസ് 1/2 ട്ടാ. ഓക്കെ, അത് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞുള്ളത്? ഈസ് ദി ലൈൻ പാസസ് ത്രൂ ദി പോയിന്റ് 4 1. ഈ ലൈൻ 4 1 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായെന്ന് നോക്കി. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഈ വര ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോ ഇവിടെ എവിടെയെങ്കിലും 4 1 എന്നുള്ള പോയിന്റ് ഉണ്ടാവുന്നു. 4 1 കൂടെ ഈ വര പാസ് ചെയ്യുന്ന ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് നോക്കി. ഈസ് ദ ലൈൻ പാസസ് ത്രൂ 4 1. 4 1 എന്ന ബിന്ദുവിലൂടെ ഈ വര കടന്നു പോകുമോ? നിങ്ങളുടെ ഉത്തരം സമർത്ഥിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ? 4 1 കൂടെ കടന്നു പോകുന്നല്ലേ നോക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് ഇത്രയും പണിയുള്ളൂ. നോക്കാം, ഞാൻ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ഒന്നും മറക്കരുതില്ല. വലിയ ചോദ്യമാണ്, കുറച്ച് വലിയ ചോദ്യമാണ്. അപ്പൊ എന്താ ചെയ്യാ? 4 1 കൂടെ കടന്നു പോകുന്നല്ലേ, ഈ വര 4 1 കൂടെ പോകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ? 4 1 എന്നുള്ളതേ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാ? 4 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. അപ്പൊ നമുക്ക് ഉത്തരം 0 തന്നെയാണ് കിട്ടണമെങ്കിൽ ഈ വരയിൽ കൂടെ കടന്നു പോകും. ഓക്കെ, മനസ്സിലായി നോക്കിയേ. ഞാൻ ഒന്നുകൂടി പറയാ, ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ഈ 4 1 എന്നുള്ള പോയിന്റ് ഈ വരയിലെ പോയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത്. 4 1 ഇഫ് ദി ലൈൻ പാസസ് ത്രൂ 4 1 എന്ത് ചെയ്യാ? 4 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 1 കേട്ടാ. 4 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ എക്സിന് പകരം 4ഉം വൈയുടെ ഭാഗം 1ഉം കൊടുക്കാം. അപ്പൊ കൊടുക്കണം കേട്ടാ. എക്സിന് പകരം 4 കൊടുക്കണം. 4 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 6. അപ്പൊ ചെയ്തപ്പോ 4 പ്ലസ് 2 മൈനസ് 6. 4 പ്ലസ് 2 6. 6 മൈനസ് 6 കണ്ട 0 ഇല്ലേ? ഇത് കൊടുത്തപ്പോ ഇതിനകത്ത് ഇക്വേഷനിലെ ഇക്വേഷൻ ഓഫ് ലൈൻ ആണത്. അതിൽ 4 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എന്ത് കിട്ടി? 0 കിട്ടി. അതുകൊണ്ട് എന്താണ് ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നല്ലേ കിടക്കണത്. അപ്പൊ ഇതിനകത്ത് 4 1 കൊടുത്തപ്പോഴും എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ, വരയിലുള്ള ഏത് പോയിന്റ് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 കിട്ടും. ഓക്കെ, ഞാൻ പറയാതെ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 6 0 അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 6 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാണെങ്കിൽ 0 കിട്ടും. 0 3 അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ 0 കിട്ടും. എടാ ഉത്തരം 0 കിട്ടും. അപ്പോ 4 1 എന്നുള്ളതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോ എന്ത് കിട്ടി? ഉത്തരം 0 കിട്ടി. അതുകൊണ്ട് എന്ത് പറയാ? therefore the equation when we substitute the value of 4 1 in equation of line we get the answer 0. Okay, therefore 4 1 is a point on this line. കടാ ഇങ്ങനെ എഴുതി വെക്കുക. ഉത്തരം സമർത്ഥിക്കാന്ന് വെച്ചല്ലേ. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ 4 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 0 ആണ് കിട്ടിയത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഈ വര 4 1 കൂടെ കടന്നു പോകും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഒന്നും കൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് കാണാ. 4 1 ആണോന്ന് വെച്ചാൽ എക്സിന് പകരം 4ഉം വൈക്ക് പകരം 1ഉം കൊടുക്കാം. എടാ ഇതുപോലെ വേറെ ഏത് നമ്പർ ആവോന്ന് വെച്ചാലും കൊടുക്കാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. എടാ അടുത്തേക്ക് പോയാലോ? അടുത്ത ചോദ്യം. ഈ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്. അയച്ചു നോക്കാം. ഇൻ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദി ലൈൻ ജോയിനിങ് 1 2 and 7 10 as diameter. 1 2 7 6 ഡയമീറ്റർ ആക്കിയിട്ട് വട്ടം വരച്ചേക്കാണ്. വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ? കണ്ടാ എന്ന് വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ കാണുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ കഴിഞ്ഞ കണക്കിന് നടക്കണം. അപ്പൊ നോക്കാട്ടാ ഏതൊക്കെ പോയിന്റുകളാണ് മക്കളെ? 1 2 7 10. ഓക്കെ, 1 2 7 10 കേട്ടോ. 1 2 7 10 ഈ 2 പോയിന്റുകളാ സെന്റർ ആക്കിയിട്ട് എന്ത് ചെയ്തേക്കാണ്? ഒരു വര വരച്ചേക്കാണ്, അല്ല ഒരു സർക്കിൾ വരച്ചേക്കാണ്. ഇവിടെ ഞാൻ വരയ്ക്കട്ടോ. 1 2 7 10. ഓക്കെ, ഇതിൽ കൂടെ കടന്നു പോകണം ഒരു സർക്കിൾ വരച്ചേക്കാണ്. ഓക്കെ ആണല്ലോ. ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെന്ററിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ 2 പോയിന്റുകളെ സെന്ററിന്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മിഡ് പോയിന്റ് അല്ലേ വരാ? മിഡ് പോയിന്റ് അല്ലേ വരാ? 1 2 7 10 മിഡ് പോയിന്റ് ആണ്. ഇത് 2 പോയിന്റുകളെ സെന്റർ എന്ന് പറഞ്ഞാല് മിഡ് പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഈ 2 ഡയമീറ്ററിന് 2 എൻഡുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും സർക്കിളിന്റെ സെന്റർ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ? എന്താ വരാ? മിഡ് പോയിന്റ് ഓഫ് 1 2 and 7 10 അല്ലെ വരാ.
അപ്പൊ ഒരെണ്ണത്തിന് x1/1 കൊടുക്കുക, ഒരെണ്ണത്തിന് x2/2 കൊടുക്കുക. കൊടുക്കുകയാണ്. ഇതിന് x1/1, ഇത് x2/2 എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താണ് മിഡ് പോയിന്റ് ആണ് ഇക്വേഷൻ ആണ് x1 + x2/2, y1 + y2/2 അല്ലെ. ഇക്വേഷൻ കൊടുത്തു നോക്കുക. എന്താണ് വരാ 1 + 7 അതിലെ വരാ 1 + 7/2 പിന്നെ 2 + 10/2. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടി 1 + 7 എത്രയാണ് 8, 8/2 എന്ന് വെച്ചാൽ എത്രയാണ് 4, 2 + 10 എത്രയാണ് 12, 12/2 6. ഓക്കെ, മിഡ് പോയിന്റ് ഓഫ് സെന്റർ ഓഫ് കോർഡിനേറ്റ് 4, 6 ട്ടാ. ഇതാണ് 4, 6. ഓക്കെ ആണല്ലോ, 4, 6 കിട്ടിട്ടാ. എന്താണ് ബി ചോദ്യം? വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഫൈൻഡ് ദി വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 4, 6. ഓക്കെ ആണല്ലോ. റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? ഏതെങ്കിലും 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതിനകത്ത് 1, 2, 4, 6 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഡയമീറ്റർ മൊത്തം നീളം കണ്ടുപിടിച്ച് അതിനെ പകുതിയാക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാ. റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? ഇത് x1/1, ഇത് x2/2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. എടാ, ഡിസ്റ്റൻസ് ഫോർമുല കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ പോണത് ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. എന്താണ്? ഇതും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് കേട്ടോ. റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ എന്ത് ചെയ്യാ? ഇക്വേഷൻ എഴുതാ. √(x1 - x2) y1 - y2 ഇതല്ലേ ഇക്വേഷൻ വന്നത്. അപ്പൊ ഇതിനകത്ത് കൊടുക്കുമ്പോ എന്താ വരാ? x1 - x2 എന്ന് പറയുമ്പോ 1 - ഇതും ഇതും കേട്ടാ. ഇതും ഇതും തമ്മിലുള്ള കണ്ടുപിടിക്കണം കേട്ടാ. ഇതാണ് സർക്കിളിന്റെ റേഡിയസ് കേട്ടാ. ഓക്കെ, ഓർമ്മ ഉണ്ടാവണം. 1 - 4 1 - 4 2 - 6 2 - 6 അപ്പൊ എത്ര വരാ? 1 - 4 എന്ന് പറയുമ്പോ ചെറുതിന്നല്ലേ വലുത് കുറയ്ക്കുന്നത്. -3 - 3² പ്ലസ് ഇവിടെ എത്ര? 2 - 4 കുറച്ചാൽ 2 - 6 കുറച്ചാൽ -4 -4². അപ്പൊ എത്ര വരാ? √3² 9 -3² 9, 4² 16 -4² 16. ഓക്കെ, അപ്പൊ എത്രയാണ് കേട്ടാ? √25 എന്ന് വെച്ചാൽ എത്രയാണ്? 5. ഓക്കെ ആണോ? മനസ്സിലായി വിചാരിക്കണേ. ഇത്രയേ ഉള്ളൂ. എന്താണ് ചെയ്തത്? തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. സർക്കിളിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. അപ്പൊ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ്. അത് നമ്മൾ മിഡ് പോയിന്റ് ആണ് ചോദിച്ചത്. രണ്ടെണ്ണത്തിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് റേഡിയസ് കണ്ടുപിടിച്ച്. 2 ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. മിഡ് പോയിന്റ് ഇക്വേഷൻ നേരത്തെ പറഞ്ഞതാണ്. ഇതാണ് ഡിസ്റ്റൻസ് ഇക്വേഷൻ. നമ്മൾ ആ പാഠത്തിലെ പഠിക്കണമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി എന്താണ്? സി ചോദ്യം എന്താണ്? വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. ഓക്കെ ആണോ? വൃത്തത്തിന്റെ സമവാക്യം, ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് സർക്കിൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് വരുന്നുണ്ടെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഫുൾ ഒന്നും എഴുതാൻ നിൽക്കണ്ട, എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഓൾറെഡി ഇത് 2 ചെയ്തിട്ടുണ്ട്. പിന്നെ 3, 4 ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട്. പിന്നെ അത് മൊത്തം എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. എന്തായാലും മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇക്വേഷൻ ഓഫ് സർക്കിൾ എങ്ങനെ എഴുതാന്ന് കാണിച്ചുതരാം. ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഇക്വേഷൻ സർക്കിൾ എഴുതേണ്ട കാര്യമാണ്. ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് എയും ബിയും ആണ്. സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാൻ ചോദിച്ചാൽ എന്തൊക്കെ വേണം? സെന്ററിന്റെ കോർഡിനേറ്റും വേണം, റേഡിയസും വേണം. ഓക്കെ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ. ഇത് ഇക്വേഷൻ സർക്കിൾ എന്താണ് വരാ? ഇങ്ങനെ വന്നാലേ സെന്ററും റേഡിയസും തന്നാലേ ഒരു പോയിന്റ് അസ്യൂം ചെയ്യണം ആദ്യം. മറ്റേ നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈനിൽ എടുത്തില്ലേ, അതുപോലെ തന്നെ ഒരു പോയിന്റ് അസ്യൂം ചെയ്യാ. xy is a point on this circle. എന്നിട്ട് എന്ത് ചെയ്യാ? ഇക്വേഷൻ എഴുതാ. ഇതാണ് ഇക്വേഷൻ. x - a whole square plus y - b whole square equal to r². ഇതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഓക്കെ ആണോ? കിട്ടിയാ നോക്കിയേ. x - a whole square plus y - b whole square equal to r². ഓക്കെ, അപ്പോ ഇതിനെ കൊടുത്ത് നോക്കിയാലോ. ഇതിനകത്ത് എന്താണ് വരാ? ഈ കേസ് ചെയ്ത് നോക്കിയാൽ മക്കളെ സെന്റർ ഉണ്ട്. സെന്റർ എത്രയാണ്? 4, 6. റേഡിയസ് ഉണ്ട്. റേഡിയസ് എത്രയാണ് കിട്ടിയത്? റേഡിയസ് 5 കിട്ടിയല്ലേ? റേഡിയസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് കൊടുത്തു നോക്കാം. എന്താ വരാൻ നോക്കാം. ഇത്രയും മതി. സർക്കിൾ വേണം, സെന്ററിന്റെ കോർഡിനേറ്റ് വേണം. 4, 6 ട്ടാ. 4, 6. റേഡിയസ് വേണം. റേഡിയസ് എത്രയാണ്? 5. ഓക്കെ ആണോ? അപ്പൊ സെന്ററിന്റെ കോർഡിനേറ്റ് നമ്മൾ എന്ത് പറയാ? എയും ബിയും. തെറ്റരുത്. സെന്ററിന്റെ കോർഡിനേറ്റ് എ ബി എന്നാണ് പറയാ. ഓക്കെ ആണല്ലോ? എ ബി, എ കോമ ബി. കിട്ടിയല്ല. ഇനി സർക്കിളിൽ ഒരു പോയിന്റ് അസ്യൂം ചെയ്യണം. XY എന്ന് പറഞ്ഞൊരു പോയിന്റ് കേട്ടാ. XY എന്ന് പറഞ്ഞൊരു പോയിന്റ് അസ്യൂം ചെയ്യാ. അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യാ? ഇത് തമ്മിലുള്ള ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? x - a whole square plus y - b whole square equal to r². അല്ലെ? x - 4 whole square plus y - 6 whole square equal to 5². കണ്ട? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കാം കേട്ടാ. അതായത് x - 4 whole square plus y - 6 whole square equal to 25. ഇതാണ് എന്ത്? ഇക്വേഷൻ സർക്കിൾ. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ, അതായത് ചെറിയ ചോദ്യങ്ങൾക്കൊക്കെയാണ് ചോദിക്കണമെങ്കിൽ
ഇത് മാത്രമാണ് നേരെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇക്വേഷൻ സർക്കിൾ എഴുതാൻ മാത്രമാണ് ചോദിക്കുന്നത് വിചാരിക്കും. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ സിറ്റുവേഷൻ മനസ്സിലായല്ല, ഒന്ന് എ ചോദ്യം ഉണ്ട്, ബി ചോദ്യം ഉണ്ട്, പിന്നെ ഇതുപോലെ സി ചോദ്യം ഉണ്ട്, പിന്നെ ഒരു ഡി ചോദ്യം ഉണ്ട്. മൊത്തം ഒരു 5 മാർക്കൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലായി വിചാരിക്കണേ. ഇപ്പൊ ഈ ചോദ്യത്തിൽ ഇത് എക്സ്പാൻഡ് ചെയ്യണ്ട. ഇനി നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു തവണ കാണിച്ചു തരാം. എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഞാൻ ഇവിടുത്തെ മായ്ച്ചാളുണ്ട്, ഇത് മനസ്സിലായി വിചാരിക്കുന്നത്, ഇത് മായ്ച്ചാളുണ്ട് കേട്ടോ. അപ്പൊ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഈ കേസിൽ ചെയ്യണ്ട, ശരിക്ക് കാര്യം മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങാനും ചെയ്യണം, അതൊന്ന് ഫുള്ള് ചെയ്യണം. ഏത് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി വിചാരിക്കണം. എല്ലാ ചോദ്യത്തിനും കൊണ്ട് എഴുതരുത്, മാർക്ക് അനുസരിച്ച് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇക്വേഷൻ സർക്കിൾ മാത്രം ചോദിക്കണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് എടാ. അപ്പൊ നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ചെയ്യാം, ഞാൻ ചെയ്യാൻ പോണു. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 കിട്ടിയല്ല. ഇതിനകത്ത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അറിയോ നിങ്ങൾക്ക്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ, അതിന്റെ എക്സ്പാൻഷൻ അറിയോ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അതാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഓക്കെ, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുള്ളത് ചെയ്യാൻ പോണത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എടാ. അപ്പോ ഇതൊക്കെ നല്ല പണിയായിട്ട് തോന്നണവര്, അല്ലെങ്കിൽ ഇത് ഒരു ഐഡിയ ഇല്ല, ഒരു രക്ഷയില്ല ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കരുത് എടാ. ഓക്കെ, ഇവിടം വെച്ച് നിർത്താം, ഇവിടം വെച്ച് നിർത്താം. ഇതിന് മാർക്ക് കിട്ടും. ഈ ചോദ്യത്തിൽ എന്തായാലും ഇവിടെ മാർക്ക് കിട്ടും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും അവിടെ മാർക്ക് കിട്ടും എടാ. ഇനിയിപ്പൊ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ചെയ്തോ, പിന്നെ ചെയ്ത് ടൈം കളയരുത്, കുറെ ആവശ്യമില്ലാത്തതിനും ചെയ്യരുത്. ഇത് ഞാൻ വേറെ കണക്കുകൾ വരുമ്പോ വേണമെങ്കിൽ ആവശ്യം വരുള്ളൂ എന്ന് വെച്ചിട്ടാണ് ജയിച്ചത് എടാ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എക്ക് പകരം എക്സ്, ബിക്ക് പകരം 4 കേട്ടാ. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്താ ചെയ്യാ? എക്സ് സ്ക്വയർ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് അല്ലെ വരാം. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് അടാ. 2 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ ഇതല്ലേ ഇത്. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരാ? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ 4a സ്ക്വയർ. ഓക്കെ ആണല്ലോ. അത് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് കിട്ടിയത്. പ്ലസ് പ്ലസ് ഇനി y മൈനസ് 6 ഹോൾ സ്ക്വയർ എന്താ ചെയ്യാ? y സ്ക്വയർ മൈനസ് 2 ഇൻറ്റു y ഇൻറ്റു 6 കണ്ടാ, 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് 6ന്റെ സ്ക്വയർ സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു ഇവിടെ എന്താണ്? 25 കണ്ടാ, ഈക്വൽ ടു 25. ഓക്കെ, ഒന്നുകൂടി എടുത്ത് എഴുതാ. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4, 2 ഇൻറ്റു 4 8 ആണ്, 8 ഇൻറ്റു എക്സ് 8x പ്ലസ് 16 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 6 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 6 12 ആണ്, 12y പ്ലസ് 36 ഈക്വൽ ടു 25 കണ്ടാ. 6a സ്ക്വയർ 36 ആണ്. ഓക്കെ ആണല്ലോ, കിട്ടിയാലോ. ഇത്രയും കിട്ടി. മുകളിലുള്ളത് നോക്കിയിട്ടാണ് ഈ അടിയിലേക്ക് എഴുതിയിട്ടുള്ളത് കേട്ടാ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വരാ? എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഒക്കെ അടുത്തടുത്ത് എഴുതാ. ആദ്യം എക്സ് സ്ക്വയർ എഴുതാ, പിന്നെ വൈ സ്ക്വയർ എഴുതാ, പ്ലസ് ആണ് വൈ സ്ക്വയറിന്റെ ചിഹ്നം. അടുത്തത് എക്സ് ഉള്ള ടേം അതെന്താണ്? മൈനസ് 8x. അടുത്ത വൈ ഉള്ള ടേം മൈനസ് 12y. പിന്നെ ഏതാണ്? പ്ലസ് 12, 16 ഉണ്ട്, 36 ഉണ്ട് അല്ലെ. 16 36 കൂടി കൂട്ടിയപ്പോ എത്ര കിട്ടാ? 52 കിട്ടാ അല്ലെ. 16 പ്ലസ് 36 2 ബാക്കി 1 3 4 5 52 കിട്ടാ. ഓക്കെ, പ്ലസ് 52 25 ലെഫ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ മൈനസ് 25. ഓക്കെ, ഈക്വൽ ടു 0. ഒന്നുകൂടിയും പറയാ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x മൈനസ് 12y പ്ലസ് 52 25 കുറച്ചപ്പോ 50 25 കുറച്ചാൽ 25 കിട്ടാ. രണ്ടും കൂടി ഉണ്ട്, അപ്പൊ 27 ഈക്വൽ ടു 0. ഓക്കെ, കുറയ്ക്കാട്ടാ. അപ്പൊ 27 ഈക്വൽ ടു 0 കിട്ടും. എന്താണ് അപ്പൊ? ഇക്വേഷൻ സർക്കിൾ ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇക്വേഷൻ സർക്കിൾ കാണാനുള്ള ഇവിടം വരെ എഴുതിയാലും ഇത്ര എഴുതണ്ടാട്ടാ, എപ്പോഴും പറയണട്ടാ. വേണമെങ്കിൽ ചെയ്യാട്ടാ, ചില കണക്കിലേ ചെയ്യേണ്ടി വരുള്ളൂ. ചെയ്ത മെത്തേഡാണ് ഈ കാണിച്ചത്, കിട്ടി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ സർക്കിൾ കേട്ടാ. അടുത്തത് ഈ വൃത്തം y അക്ഷത്തെ മുറിച്ച് നടക്കുന്ന ബിന്ദുക്കളുടെ സൂചകസംഖ്യ. വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി സർക്കിൾ കട്ട് ദി y ആക്സിസ്. ഈ സർക്കിളെ എന്താണ്? y ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സർക്കിളിന്റെ ഇക്വേഷൻ ഇതല്ലേ? ഇക്വേഷൻ ഇതാണ്. ഈ സർക്കിൾ എന്ന് പറയുമ്പോ എങ്ങനെ വരാതെ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്, ഇതിലെ പോയിട്ടുണ്ടാവും. ഇത് y ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. y ആക്സിസിനെ കട്ട് ചെയ്യണം, അതായത് ഏതിന്ന് തുടങ്ങണേ? 4 6 തുടങ്ങണല്ലേ. സർക്കിൾ ഇങ്ങനെ വരെയാണ്. 4 6 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് സെന്റർ വരാ. ഇതിലെ 5 റേഡിയസിൽ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ y ആക്സിനെ എവിടെയെങ്കിലും കട്ട് ചെയ്യണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്താണ് എടുക്കണത്? y ആക്സിസിനെ ഈ സർക്കിൾ കട്ട് ചെയ്യണ പോയിന്റ് എന്താണ്? y ആക്സിസിലുള്ള പോയിന്റ് അല്ലേ. y ആക്സിസിലുള്ള പോയിന്റ് ആകുമ്പോ എന്തായി? x ഭാഗം 0 ആയിരിക്കും. ഓക്കെ, ഈ സർക്കിൾ കട്ട് ചെയ്ത് y ആക്സിസ് അറ്റ് 0y 0y കണ്ടാ. എന്താണ് എടുക്കണത്? ഈ സർക്കിൾ കട്ട് ചെയ്ത് y ആക്സിസ് അറ്റ് 0y, അതായത് ഇതിന്റെ ഭാഗം 0, വൈയുടെ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പൊ എന്താണ്? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ്? ഡി ക്വസ്റ്റ്യൻ കേട്ടാ. ഡി ക്വസ്റ്റ്യൻ. ടേക്ക്
ടേക്ക് എന്താണ് ടേക്ക് ചെയ്തത്? ദി സർക്കിൾ കട്ട് ദി y axis at 0y 0y ട്ടാ 0y ആണ് കട്ട് ചെയ്യണത്. അപ്പൊ ഇക്വേഷൻ സർക്കിളിൽ കൊടുക്കേണ്ട, എന്തുകൊണ്ട് കൊടുക്കണം? 0y എന്നുള്ള പോയിന്റ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്തായി? എക്സിന്റെ ഭാഗം 0 ആയി, വൈയുടെ ഭാഗം എന്തായി? വൈയുടെ ഭാഗം y തന്നെ എഴുതാം. ഓക്കെ, എക്സിന്റെ ഭാഗം 0 ആയി എന്ന് വെച്ചാല് 0 - 4 ഹോൾ സ്ക്വയർ പ്ലസ് എക്സിന്റെ ഭാഗത്ത് 0 ആയി y - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഓക്കെ ആണോ? 0 - 4 എന്ന് വെച്ചാൽ -4, -4ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 16, 16 പ്ലസ് y - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. അപ്പൊ ഇത് എത്ര കിട്ടും? y - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 16 അപ്പുറം പോയി, അപ്പൊ 25 - 16, 25 - 16. അപ്പൊ എത്ര കിട്ടാ? y - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, മുകളിൽ എഴുതണ്ടേ, നോക്കട്ടാ, ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ഒന്ന് എഴുതിയിരിക്കണം. എന്താണ് ഇതിന് കാരണം? y ആക്സിനെ കട്ട് ചെയ്യണ പോയിന്റിനെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യാ? ഇക്വേഷൻ ഉണ്ടാവൂലേ, ഇക്വേഷനിൽ കൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടാ. അല്ലാതെ അത് ഇക്വേഷൻ കൊണ്ട് കൊടുക്ക് എന്നൊന്നും പറഞ്ഞ് നേരെ ചോദിക്കൂല എടാ. വില ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഓക്കെ, അപ്പൊ എന്താണ് കിട്ടാ? നോക്കിയേ, ഇത് എത്ര കിട്ടും നോക്കിയേ? y - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ കിട്ടാ? 25 - 16 എത്രണ്ടാക്കളെ? 9 ആണ്. അതായത് എന്താ ചെയ്യാ? y - 6 ഈക്വൽ ടു √9 കിട്ടും. y - 6 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എഴുതാ. y - 6 ഈക്വൽ ടു പ്ലസ് 3ഉം y - 6 ഈക്വൽ ടു -3ഉം രണ്ടാക്കി തിരിക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് പരിചയമുണ്ട് കേട്ടോ. അപ്പൊ അവസാന ടൈം ആയില്ലേ, കുറച്ചെങ്കിലും സ്പീഡ് ആവണം കേട്ടോ. √9 എന്ന് വെച്ചാൽ 3 ആണ്, പക്ഷെ പ്ലസ് ഓർ മൈനസ് 3 എഴുതണം, രണ്ടാക്കി തിരിച്ച്. അപ്പൊ y ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി? 3ന്റെ അടുത്ത് 6 പോയപ്പോ 3 + 6, അതായത് y ഈക്വൽ ടു 9 എന്നുള്ള പോയിന്റ് കിട്ടി. ഇവിടെ y ഈക്വൽ ടു എത്ര കിട്ടി? -3 + 6 എന്ന് പറയുമ്പോ y ഈക്വൽ ടു ചെറുത് തുറക്കാൻ വലുതിന് ചെയ്യണം. എത്ര കിട്ടാ? 3 അല്ലെ കിട്ടാ? 3 കിട്ടും. ഓക്കെ ആണോ? 3ഉം കിട്ടും 9ഉം കിട്ടും. ഓക്കെ, അപ്പൊ 3ഉം 9 എന്ന് വെച്ചാൽ 3 9 എന്നല്ല എഴുതേണ്ടത്. എന്താണ്? y ആക്സിനെ കട്ട് ചെയ്യണ പോയിന്റ് ഒരെണ്ണം 0 9ഉം വേറെ ഒരെണ്ണം 0 3ഉം. കണ്ട, വൈക്കാണ് രണ്ട് ഉത്തരം കിട്ടിയത്. സർക്കിൾ കട്ട് ദി y ആക്സിസ് അറ്റ് 0 9 and 0 3. ഓക്കെ, 0 9 and 0 3 ആണ് കിട്ടാ കേട്ടാ. 0 9ഉം 0 3ഉം കേട്ടാ. ഓക്കെ, അതെ കിട്ടും. ഇപ്പൊ സെന്ററിൽ നിങ്ങളുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കി നോക്കി നിങ്ങൾ. സെന്ററും 0 9 എടുക്കണമെന്നിരിക്കും. കണ്ട, റേഡിയസ് തമ്മിലുള്ള റേഡിയസ് 5 തന്നെ ആയിരിക്കും. ചെയ്ത് നോക്കി 5 കിട്ടും കേട്ടാ. 0 3 എടുക്കണമെന്നിടയ്ക്ക് അത് തമ്മിലുള്ള റേഡിയസ് 5 തന്നെ ആയിരിക്കും. ഓക്കെ, ചെയ്താൽ മതി. അത് മനസ്സിലായി നീ അയക്കണേ. കുറച്ച് വലിയ കണക്കാണ്, അപ്പൊ കുറച്ച് ആവുമ്പോ കേൾക്കുമ്പോ കുറച്ചൊരു ലാഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടാവും. പക്ഷെ അത് എന്തായാലും പഠിച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ എത്രാം ചോദ്യം എത്തി? ഇനി നമുക്കൊരു 4 ചോദ്യം കൂടെ ഉള്ളൂ. 1 2 3 4 കൂടെ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. ഇതെന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഇൻ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിളിലെ ഈ പോയിന്റുകള് മിഡ് പോയിന്റ് ഓഫ് ദി ബി സി സൈഡുകളെ എ സി എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് ആണിത്, ഇതിന്റെ മിഡ് പോയിന്റ് ആണിത്, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണിത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ല? ചോദ്യം, വാട്ട് ഈസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദി ക്വാഡ്രിലാറ്ററൽ ബി പി ക്യു ആർ? ബി പി ക്യു ആർ എന്നുള്ള ക്വാഡ്രിലാറ്ററലിനെ പറ്റിയ ഏറ്റവും നല്ല പേര് നിർദ്ദേശിക്കാൻ. ചതുർഭുജത്തിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ എന്താണ് ആ സാധനം വരാ? ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചാലേ, മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരച്ചാൽ എന്താ കിട്ടാ? അതൊരു പാരലലോഗ്രാം ആയിരിക്കും. ഓക്കെ, പാരലലോഗ്രാം മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? പാരലലോഗ്രാം അറിയാല? സാമാന്തരികം നമ്മൾ ഫസ്റ്റ് ചെയ്ത ചോദ്യം പാരലലോഗ്രാമിന്റെ ചോദ്യമാണ്. ഓക്കെ, പാരലലോഗ്രാം എന്താണെന്ന് അറിയാല? ഇതുപോലെ പാരലൽ ആയിരിക്കും, ഇങ്ങനത്തെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഈ ഷേപ്പാണ് പാരലലോഗ്രാം. ഓക്കെ, കിട്ടിയെന്ന് കളിക്കണം കേട്ടാ. അപ്പൊ ഇതെന്താണ്? ഒരു പാരലലോഗ്രാം ആയിരിക്കും. ഓക്കെ, കിട്ടിയല്ലേ? എന്താണ് ബി ചോദ്യം? ബി സി എന്നീ ബിന്ദുക്കളുടെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാൻ അല്ലെ? ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ബി ആൻഡ് സി. ബി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം. ബി കണ്ടുപിടിക്കാൻ ഇപ്പൊ അറിയാലാ? ബി കണ്ടുപിടിക്കാൻ അറിയോ? എന്താണ് ചെയ്യേണ്ടത്? ഏടാ, ഒരു പാരലലോഗ്രാമിന്റെ 3 എണ്ണം തന്നേക്കാണ്. 4ാമത്തെ വെർട്ടെക്സ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? അറിയണേന്റെ ഓപ്പോസിറ്റ് എക്സിന്റെ ഭാഗം കൂട്ടാ, അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് എക്സിന്റെ ഭാഗം കുറയ്ക്കാ. അതല്ലേ നമ്മ പഠിച്ചത്? നമുക്ക് ചെയ്യാല. ബി എന്നുള്ളതിന്റെ കോർഡിനേറ്റ് ഞാൻ എഴുതാൻ പോണത്. ബി എന്ന് എഴുതിയിട്ട് എന്താ എഴുതാൻ പോണത്? അറിയണ ഓപ്പോസിറ്റ് ഉള്ളത് എക്സിന്റെ ഭാഗം 3ഉം 5ഉം. 3 + 5 മൈനസ് അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 6 കുറയ്ക്കാം. ഓക്കെ ആണോ? 3 + 5 - 6 കോമ വൈയുടെ ഭാഗം കൂട്ടാ. 1 + 0 മൈനസ് അറിയാത്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് കുറയ്ക്കാം. എത്രയാണ്? 1 കുറയ്ക്കാം. ഓക്കെ ആണോ? അപ്പൊ എത്ര കിട്ടാ? ബി എന്നുള്ളതിന്റെ കോർഡിനേറ്റ് എത്ര കിട്ടി? 3ഉം 5ഉം 8. 8ന്ന് 6 കുറച്ചാല് 2, 1 0 0 0 1 0 1 1ന്ന് 1 കുറച്ചാല് 0. ഓക്കെ, 2 0 ആണ് ഈ പോയിന്റ്. ബി എന്നുള്ള പോയിന്റ് എത്രയാണ്? 2 0 ആണ്. 2 0 ആണ്. കിട്ടിയല്ല? 2 0 ആണ് ഈ പോയിന്റ് കേട്ടാ.
ഇനി എന്താണ് ചോദ്യം? സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. സി എത്രയായിരിക്കും നോക്കിയേ, ഇത് 20, ഇത് 50. ഓക്കെ ആണോ? അതായത് ഈ ഡിസ്റ്റൻസ് എത്ര കിട്ടിയത്? അപ്പൊ 20 50 എത്തണമെങ്കിൽ ഇത് എത്രയായിരിക്കും? 2 എത്തണമെങ്കിൽ എത്രയാണ്? 3 അല്ലേ വ്യത്യാസം? 3 അല്ലേ? 2050. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് 3 ആണ്. 3 കിട്ടിയത്. ഇതിന്റെ വൈയുടെ ഭാഗം മൊത്തം 0ആണ്. അപ്പൊ എക്സിന്റെ ഭാഗങ്ങൾ വെറുതെ കുറച്ച് അല്ലെ, 5ഉം 2ഉം കൂടി കുറച്ചപ്പോ 3ആണ് ഈ ഡിസ്റ്റൻസ്. ഇത് തന്നെ ആയിരിക്കും ഇപ്പുറത്തെ ഡിസ്റ്റൻസും. കാരണം എന്താണ്? ഈ മൊത്തം ബി സി എന്നുള്ളതിന് മിഡ് പോയിന്റ് അല്ലേ പി? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബി സി എന്നുള്ളതിന് മിഡ് പോയിന്റ് ആണ് പി എന്ന് അല്ലേ? അപ്പൊ എത്രയായിരിക്കും? ഈ എസ് സി എന്നുള്ളതിന്റെ കോർഡിനേറ്റ് എന്ത് കിട്ടും? ഇത് എത്ര കിട്ടാ? ഇത് 3, ഇവിടെ 3 ആയിരിക്കും. അപ്പൊ ഇത് 5-0 3 കൂട്ടിയപ്പ 8-0 കേട്ടാ. ഒരു വരെ കിടക്കണ പോയിന്റ് ആണ്. അപ്പൊ സി എന്നുള്ളതിന്റെ വേറെ ചെയ്യാനൊന്നും നിൽക്കണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? 8-0 എഴുതാം. കിട്ടിയാലോ? കാര്യം മനസ്സിലായ? ഈ ഡിസ്റ്റൻസ് 3, ഇപ്പുറത്തെ ഡിസ്റ്റൻസ് 3 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 5 ആണെങ്കിൽ 6, 7, 8 3 കൂട്ടിയപ്പ 8-0 കിട്ടി കേട്ടാ. സിമ്പിൾ ആണ്. ഓക്കെ, പാരലോഗ്രാം ആണ്, ആ ഷേപ്പ് എന്ന് മനസ്സിലാവണം. ഫോർത്ത് വെർട്ടെക്സ് ആണെന്നുള്ള കണക്കാണെന്ന് മനസ്സിലാവണം. പിന്നെ 2 തന്നിട്ട് മറ്റേ കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ ഒരു എളുപ്പ വഴി ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞ് മനസ്സിലായി അല്ലെ? അതൊന്ന് പഠിച്ചു വെക്കാം. ഇനി ബാക്കി വേറെ ടൈപ്പ് വരാണെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി അടക്കളെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ അല്ലെ, ഇതിന്റെ കോർഡിനേറ്റ് വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് ദി റെക്ടാംഗിൾ. ഈ ടൈപ്പ് ചെയ്യും. ഇത് സെക്കൻഡ് ഡിഗ്രി, ഇത് കോർഡിനേറ്റ് എന്നുള്ള പാഠത്തിലുള്ളതാണ്. 2 തന്നിട്ട് ബാക്കി 2 ചെയ്യണത്. അപ്പൊ നമ്മൾ ഓൾറെഡി കോർഡിനേറ്റ് എന്നുള്ള പാഠത്തിൽ അതുപോലെ കുറെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് കൂടുന്ന തൽക്കാലം ഞാൻ ചെയ്യണില്ല എടാ. നമുക്ക് ഈ പാഠത്തിൽ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ പോവാ. ഇനി ഒരു കെ കണ്ടുപിടിക്കാൻ നടക്കാണ്ടാ, ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയാലോ, 2, 4, 4, 8 എന്നീ ബിന്ദുക്കളുടെ കടന്നു പോകുന്ന വരയിൽ ഒരു ബിന്ദുവാണ് -1 കെ എങ്കിൽ കെ ഏത് സംഖ്യയാണ്? ഓക്കെ, ഇഫ് ചോദ്യം നോക്കാം. സി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. -1 k is a point on the line passing through the point 2, 4 and 4, 8. Which number is k? അതായത് ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യണ ഒരു വര 2, 4, 4, 8 കേട്ടാ. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വരയ്ക്കാണ്. ഇവിടുത്തെ പോയിന്റ് ആണ് 2, 4. അടുത്ത പോയിന്റ് ആണ് 4, 8. ഈ 2 വരകളും ജോയിൻ ചെയ്യണ ഒരു വരയിൽ ഒരു പോയിന്റ് ആണ് എന്ത്? -1 k. ഇതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ ആണോ? ഇതിന്റെ അർത്ഥം മനസ്സിലായോ? നോക്കി, ഈ 2 പോയിന്റുകൾ ഉണ്ട്. ഈ 2 പോയിന്റുകളും ജോയിൻ ചെയ്യണ വരയില ഒരു പോയിന്റ് ആണ് എന്ത്? -1 k. ഓക്കെ, കാര്യം മനസ്സിലായല്ല? ഇതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു വര, ഈ വരയില വേറെ പോയിന്റ് എന്നൊക്കെ പറയുമ്പോ എന്താ എടുക്കണ്ടേ? ഒരു വരയിലെ പോയിന്റുകൾ എന്താണ് വല്ല പ്രത്യേകത ഉണ്ടാവും? എന്തെങ്കിലും പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ടാ? ആലോചിച്ച് നോക്കിയാലോ. ഇങ്ങനെ ഒരു വരയിലെ പോയിന്റുകളുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഓർമ്മ ഉണ്ടാവണം, ഒരേ വരയില ഏത് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പ് ആണെങ്കിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കിട്ടിയാല? സ്ലോപ്പുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാണ്? ഇതും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാണ്. ഇപ്പൊ എ ബി എന്നല്ല ഇതിന്റെ പേര്. സ്ലോപ്പ് ഓഫ് എ ബി തന്നെ ആയിരിക്കും എന്ത്? സ്ലോപ്പ് ഓഫ് എ സി. ഓക്കെ, അപ്പൊ ഇതും തമ്മിൽ കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് എ ബി ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ ഇതിന് x1 y1 കൊടുത്ത് ഇത് x2 y2 എന്ന് എടുത്ത് y2 - y1 x2 - x1 എന്താണ് എടുക്കുക? 8 - 4 അല്ലെ? സ്ലോപ്പ് ആണ് അപ്ലിക്കേഷൻ y2 - y1 x2 - x1 അല്ലേ? അപ്പൊ 8 - 4 4 - 2 4 - 2 കിട്ടിയാലോ? അതായിരിക്കും എന്ത്? ഈക്വൽ ടു. അത് എന്തിന് ഈക്വൽ ചെയ്യാ? ഇതും തമ്മിലുള്ള സ്ലോപ്പ് അല്ലെ? ഏതെങ്കിലും എടുക്കാം. ഇതും എടുത്തോ. ഏതാണ്? എയും സിയും തമ്മിലുള്ള സ്ലോപ്പ്. ഓക്കെ ആണോ? വേണമെങ്കിൽ ഇവിടെ എഴുതാട്ടാ. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സി. എടാ, അതാണ് ഞാൻ ചെയ്യണത്. എ ബി എന്നുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ച് ഈക്വൽ ടു എ സി എന്നുള്ള സ്ലോപ്പ് ചെയ്യാൻ പോകും. എ സി എന്താണ്? ഇതിന് x1 y1 ആണെങ്കിൽ ഇത് x2 y2 എന്ന് എടുക്കാം. y2 - y1 y2 - y1 എത്ര മക്കളെ? കെ ആണ് y2 ന് പകരം. കെ മൈനസ് y1 എത്രയാണ്? y1 4 x2 - x1 x2 എത്രയാണ്? -1 x1 എത്രയാണ്? 2. ഓക്കെ ആണല്ലോ? -1 - 2 ട്ടാ. തെറ്റരുത്, മൈനസ് ആണ്. അപ്പൊ മൈനസ് വരുമ്പോ എങ്ങനെയാണ് ഗുണിക്കേണ്ടതെന്ന് കാണിച്ചു തരാം ട്ടാ. നോക്കിട്ടാ. 8 - 4 എത്രയാണ്? 4 4/2 ഈക്വൽ ടു k - 4 എത്രയാണ്? -3 വരാ. -1 - 2 എത്രയാണ്? -3 ട്ടാ. ഓക്കെ, -3 വരാ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരാ നോക്കിക്കേ. എത്ര വരാ? ഇത് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് പോവും. ഓക്കെ, അപ്പൊ നോക്കാം. ഇത് എത്ര വരാ? 4 × 3 4 × 3 അല്ല, 4 × -3 ഈക്വൽ ടു k - 4 ഇൻറ്റു നോക്കിയേ, ബ്രാക്കറ്റ് ഇടണം, ഇൻറ്റു 2 കേട്ടാ. അപ്പൊ 4 × 3 12 ആണ്. മൈനസ് ഉള്ള കാരണം -12 ഈക്വൽ ടു k ഇൻറ്റു ഇതിനുള്ളിലേക്ക് ഗുണിക്കണം, ഇതിനുള്ളിലേക്ക് ഗുണിക്കണം അല്ലെ? k × 2 2k മൈനസ് k 4 × 2 8. ഓക്കെ ആണല്ലോ? ഞാൻ എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്തായി? ഈ -8 ഇപ്പുറം വന്നപ്പോ -12 + 8 ആയി ഈക്വൽ ടു 2k. അതായത് -12 + 8 എത്രയാണ്? -4 ആണ് അല്ലെ? ചെറുതിന്ന് വലുത് കുറയ്ക്കുക.
വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം -4 ഈക്വൽ ടു 2k ഈക്വൽ ടു 2k. അപ്പൊ k മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? k മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? k ഈക്വൽ ടു എന്താ വരാ? k ഈക്വൽ ടു ഇപ്പുറം പോയപ്പോ എന്തായി? -4/2. -4/2 എത്രയാണെന്ന് അറിയോ? -2 ആണ്. 4/2 2ആണ്, പക്ഷെ മൈനസ് ഉള്ള കാരണം മൈനസ് ഇട്ട്. കേടെ വില എത്ര കിട്ടി? -2 കിട്ടി. -2 ട്ടാ കേക്ക് എത്ര കിട്ടിയാ? -2 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് കേടെ വില കിട്ടി. അപ്പൊ നമുക്ക് കേടെ വില കിട്ടി കഴിഞ്ഞാൽ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ? ഈ വരയില എക്സും വൈയും തമ്മിലുള്ള, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിലുള്ള ഏത് പോയിന്റ് തമ്മിലുള്ള ബന്ധം എഴുതാൻ കേട്ടാ. ഈ വരയിലെ ഏത് പോയിന്റ് ആണെങ്കിലും എക്സും വൈയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം എന്ന് ചോദിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു ബന്ധമൊക്കെ ചോദിക്കുകയാണെങ്കിലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ വരയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, വരയുടെ എന്ത് ചെയ്യാ? ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് നോക്കാം, ഞാനിപ്പോ ചെയ്യണില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് ചെയ്യാൻ പോണത്. 4 8 ട്ടാ. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ വരയിൽ ഒരു പോയിന്റ് ആണ് എക്സ് വൈ എന്ന് അസ്യൂം ചെയ്യാ. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതുപോലെ തന്നെ ഇത് തമ്മിലുള്ള സ്ലോപ്പ് ഈക്വൽ ടു അത് തമ്മിലുള്ള സ്ലോപ്പ് നിക്കേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ ആണോ? നമ്മൾ തൊട്ട് മുന്നത്തെ കണക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ പിന്നെ ഞാൻ ചെയ്യണില്ല, ചെയ്യുമ്പോ ലാസ്റ്റ് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ചെയ്ത് നോക്കാം. y ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ് കിട്ടും ലാസ്റ്റ്. അതായത് ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം. നോക്കി, y എന്ന് വെച്ചാല് രണ്ടാമത്തെ സാധനം, അത് ഈക്വൽ ടു എന്നാണ്? ഫസ്റ്റത്തേനെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. നോക്കി, ഇതിനകത്ത് വൈയുടെ ഭാഗം 4 ആണ്. ഇത് വൈയുടെ ഭാഗം എക്സിന്റെ ഭാഗം 2 വേണ്ട. അതായത് 4 കിട്ടണ എങ്ങനെയാണ്? 2 × 2 ചെയ്യുമ്പോഴാണ്. കണ്ടാ? 4 ഈക്വൽ ടു 4. കണ്ടാ? ശരിയല്ലേ? ഇതിന്റെ വൈയുടെ ഭാഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് എക്സിന്റെ ഭാഗത്തിന് 2 കൊണ്ട് ഗുണിക്കണം. കണ്ടാ? 8 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? 4 × 2 ആണ് ചെയ്യാ. കണ്ടാ? 4 × 2 8 കിട്ടും. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ചെയ്യാ. കണ്ടാ? ഇവിടെ നോക്കി, -1 ഉം -2 കിട്ടിയിരുന്നു. കണ്ടാ? ഈ രണ്ടാമത്തെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? ഫസ്റ്റത്തെ ഭാഗത്തിന് 2 കൊണ്ട് ഗുണിക്കണം. കണ്ടാ? അതാണ് ആയത്. എന്താണ്? y ഈക്വൽ ടു 2x ആണ് എക്സും വൈ തമ്മിലുള്ള ബന്ധം. കണ്ടാ? ഇതാണ് ചോദ്യം. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കണേ. ചെയ്ത് നോക്കാട്ടാ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് ചെയ്യണത്, വേഗം ചെയ്യാൻ പറ്റും. കേട്ടോ? കിട്ടിയെന്ന് വിചാരിക്കണേ. നമ്മുടെ ഈ ചോദ്യം ഇതിനകത്ത് അവസാന ചോദ്യത്തിലേക്ക് പോവാം. അവസാന ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തിലെ അവസാന ക്വസ്റ്റ്യൻ. ഈ പാഠത്തില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, എന്തായാലും പഠിക്കണം കേട്ടാ. ഓക്കെ, ഈ ചോദ്യം നോക്കാം. ഈ ടൈപ്പ് ചോദ്യം കുറെ നാളായിട്ടുള്ളതാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നോക്കി, സി ഈസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ പാസിംഗ് ത്രൂ ദി ഒറിജിൻ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്റർ ആണ്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെന്റർ ഓഫ് ദി സർക്കിൾ പാസിംഗ് ത്രൂ ദി ഒറിജിൻ, അതായത് ഒറിജിനിൽ കൂടെ കടന്നു പോണ ഒരു സർക്കിളിന്റെ സെന്റർ ആണ് സി. അതാണ് ഇതിന്റെ അർത്ഥം കേട്ടാ. ഒറിജിനിൽ കൂടെ കടന്നു പോണ ഒരു സർക്കിൾ ആണ്. ഒറിജിൻ എന്ന് വെച്ചാൽ 0 0 അതിലെ കൂടെ ഈ സർക്കിൾ പോണ്ടേ, ആ സർക്കിളിന്റെ സെന്റർ ആണ് സി. ഓക്കെ, സി ഇസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ വിത്ത് പാസിംഗ് ത്രൂ ഒറിജിൻ. ഒറിജിനിൽ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചോദ്യം സിയുടെ പിന്നെതാണ് എ എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്. എ എന്നുള്ള പോയിന്റ് 0 4 ആണ്. എ എന്നുള്ളത് 0 4, ബി എന്നുള്ളത് 4 0, ബി എന്നുള്ളത് 4 0. ഓക്കെ ആണല്ലോ? സി എന്നുള്ള കോർഡിനേറ്റ്, സി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ അല്ലെ? റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് സി. എങ്ങനെയാണ് എഴുതാ? 2 കിട്ടിയിട്ടുണ്ടല്ലേ? 2 ഡയമീറ്റർ ആണ്. അപ്പൊ എ ബി എന്നുള്ളത് ഡയമീറ്റർ ആയിരിക്കും സർക്കിളിന്റെ. കാരണം എന്താണ്? ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇത് എന്തായാലും ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ ആണോ? ഡയമീറ്ററിന്റെ അടുത്ത് പോയാലല്ലേ 90 ആക്കുള്ളൂ. നമുക്ക് അറിയാലേ, സർക്കിൾ എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എ ബി ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ്, അതായത് സി എന്നുള്ളതിന്റെ കോർഡിനേറ്റ് എത്ര കിട്ടും? ഇതിനാ x1 y1, ഇതിന് x2 y2 കൊടുത്താൽ എന്തെടുക്കാൻ പറ്റും? മിഡ് പോയിന്റ് ഓഫ് എ ബി അല്ലെ? എ ബി എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് ആണ് സി. ഓക്കെ, അപ്പൊ ചെയ്യാ എന്താണ്? x1 + x2/2, അതായത് 0 + 4/2, y1 + y2/2, 4 + 0/2. അപ്പൊ എത്ര കിട്ടിയ മക്കളെ? സി എന്ന് വെച്ചുള്ള കോർഡിനേറ്റ് 0 4 കൂടി കൂട്ടി, അപ്പൊ 4 4/2 എന്ന് വെച്ചാൽ 2. ഇവിടെ 4 4/2 എന്ന് വെച്ചാൽ 2 2 2 ആണ്. എന്ത് കോർഡിനേറ്റ് ഓഫ് സി എന്താണ് കിട്ടിയത്? 2 2. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം കേട്ടോ. കോർഡിനേറ്റ് ഓഫ് സി എന്ത് കിട്ടി? 2 2 കിട്ടി. ഓക്കെ, ഇനി അടുത്ത പറയാ ബി ക്വസ്റ്റ്യൻ. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ എന്താ എഴുതാൻ പറ്റും? ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ ഈ കണക്ക് എന്ത് ചെയ്യാ? വേണമെങ്കിൽ ഇത് മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് ഇക്വേഷൻ ഫുൾ ഒന്നും ചെയ്യണ്ട. കണ്ടാ? ഇത് സി ക്വസ്റ്റ്യൻ കൂടെ ഉള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അതുപോലെ എഴുതി നിർത്താടാ, ചുരുക്കി എഴുതി നിർത്താ. അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ ചെയ്തോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും ഇത്ര എഴുതി നിർത്തിയാലും മാർക്ക് കിട്ടും കേട്ടാ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഫുൾ എക്സ്പാൻഡ് നിങ്ങൾ ചെയ്തോട്ടാ. ഇക്വേഷൻ എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം? ഞാൻ പറഞ്ഞിരുന്നില്ലേ? സർക്കിളിന്റെ സെന്ററും വേണം, റേഡിയസും വേണം. എ ബി ആണ് സെന്റർ, റേഡിയസ് 6 ആണെങ്കിലാണ് ഇക്വേഷൻ എഴുതാൻ പറ്റുക. എങ്ങനെയാണ് എഴുതാ? എക്സ് വൈ എന്ന് പറഞ്ഞൊരു പോയിന്റ് അസ്യൂം ചെയ്യും. അങ്ങനെയല്ല എഴുതാറ്. ഈ കണക്കിൽ എന്തൊക്കെയുണ്ട്? സെന്ററിന്റെ കോർഡിനേറ്റ് ഉണ്ട്, റേഡിയസ് ഉണ്ടോ? സർക്കിളിന്റെ റേഡിയസ് ഇല്ല അല്ലെ? റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് ഈക്വൽ ടു എങ്ങനെ കിട്ടാ? ഒരു പോയിന്റ് എത്രയാണ്? 2 2 ഉം വേറൊരു പോയിന്റ് 0 4. ഓക്കെ ആണോ? 2 2 എന്നുള്ള പോയിന്റും
0 4 എന്നുള്ള പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കുക. എന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കുക അല്ലേ? റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരെണ്ണത്തിനാ x1 y1, അടുത്ത x2 y2 എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ ആണ് √(x1 - x2) ഹോൾ സ്ക്വയർ, അതായത് 2 - 0 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ 2 - 4 ഹോൾ സ്ക്വയർ. ഓക്കെ, 2 - 0 എന്ന് വെച്ചാൽ 2 ആണ്, 2 സ്ക്വയർ പ്ലസ് 2 - 4 എന്ന് വെച്ചാൽ -2 ആണ്, -2 സ്ക്വയർ. അപ്പൊ എത്ര √4 സ്ക്വയർ 8 -2 √2 സ്ക്വയർ 4. ഓക്കെ, സോറി ട്ടാ, √2 സ്ക്വയർ 4 പ്ലസ് -2 സ്ക്വയർ 4. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? √8 കിട്ടി. അതായത് റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് കിട്ടി 8 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാലോ. ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 2 2 ആൻഡ് റേഡിയസ് √8. എടാ, റേഡിയസ് √8ഉം സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുക? എയും ബിയും അല്ലെ? ആദ്യം എന്ത് ചെയ്യും? XY എന്ന് പറഞ്ഞൊരു പോയിന്റ് അസ്യൂം ചെയ്യും. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈക്വൽ ടു x - a ഹോൾ സ്ക്വയർ പ്ലസ് എക്ക് വരം കിടക്കുന്നത് 2 ആണ്, y - b, ബിക്ക് വരം കിടക്കുന്നത് 2 ആണ്, ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. r എത്രയാണ് മക്കളെ? √8ന്റെ സ്ക്വയർ. എടാ, ഓക്കെ ആണോ? സ്റ്റെപ്പ് മനസ്സിലായി നോക്കിയേ. ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ് എഴുതാൻ പോണോട്ടോ. x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, ഞാനിപ്പോ പറയണത് ഞാൻ ചെയ്യണില്ല. പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? √8 സ്ക്വയർ എന്ന് വെച്ചാൽ 8 ആണ്. ഇതാണ് ഇക്വേഷൻ സർക്കിൾ. ഇത്ര എഴുതി നിർത്തി. ഓക്കെ, എന്തായാലും ഇതിനകത്ത് മാർക്ക് കിട്ടും. കിട്ടിയ ഇത്ര ചെയ്താലും മതി. എടാ, അടുത്ത എന്താണ്? 0 0 is a point on the circle. There is one more point on the circle. There is one more point on the circle with x and y coordinate are equal. Which is that point? അതായത് ഒരു കാര്യം പറയട്ടെ, 0 0 ഈ വൃത്തത്തിൽ ഒരു ബിന്ദുവാണ്. ഇതുപോലെ x സൂചക സംഖ്യയും y സൂചക സംഖ്യയും ഒരേ സംഖ്യയായ ഒരു ബിന്ദു കൂടി ഈ വൃത്തത്തിലുണ്ട്. ഏതാണ് ആ ബിന്ദു? നോക്കിയാൽ മക്കളെ, ഈ സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് 0 0 0 0. ഓക്കെ ആണല്ലോ? അത് മനസ്സിലായില്ലേ? ഈ സർക്കിൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പോയിന്റ് ആണ് 0 0. അതായത് ഇതിന്റെ എക്സിന്റെ ഭാഗവും വൈയുടെ ഭാഗവും 0 ആണ്. ഇതുപോലെ ഈ സർക്കിളിൽ വേറൊരു പോയിന്റും കൂടി ഉണ്ട്. ഈ സർക്കിളിൽ ഒരു പോയിന്റും കൂടി ഉണ്ട്. ഏതാണ്? എക്സിന്റെ ഭാഗവും വൈയുടെ ഭാഗവും സെയിം ആയിട്ടുള്ളത്. ഏതാണ് ആ പോയിന്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, കാര്യം മനസ്സിലായി നോക്കിയേ. എക്സിന്റെ ഭാഗവും വൈയുടെ ഭാഗവും സെയിം ആയിട്ടുള്ള വേറൊരു പോയിന്റും കൂടി ഈ സർക്കിളിൽ എവിടെയും ഉണ്ട്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാനാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് നോക്കാം. അർത്ഥം മനസ്സിലായി വിചാരിക്കണേ. അപ്പൊ ഞാനിപ്പോ വേറൊരു പോയിന്റ് ഉണ്ടല്ലോ, അപ്പൊ ആ പോയിന്റിന് ഞാനിപ്പോ എന്ത് ചെയ്യണം എന്നറിയോ? എക്സിന്റെ ഭാഗവും വൈയുടെ ഭാഗവും സെയിം അല്ലേ? x ഈക്വൽ ടു y ഇൻഡിക്കേറ്റ് ചെയ്തു. ഈ ഇക്വേഷനിൽ ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാൻ പോണ്? എക്സിനും വൈക്കും സെയിം ആണ്, എക്സും വൈയും സെയിം ആണ്. അതുകൊണ്ട് എന്ത് എഴുതാ? എക്സ് ഉള്ളിടത്തൊക്കെ അതല്ല, വൈ ഉള്ളിടത്തൊക്കെ എക്സ് എന്ന് എഴുതാം. ഓക്കെ, നോക്കേ, ഞാൻ ചെയ്യാൻ പോണെന്നാണ്. ഈ ഇക്വേഷനിൽ എക്സും വൈയും സെയിം ആണ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണല്ലോ. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്ത്? ഈ ഇക്വേഷനിൽ എന്ത് ചെയ്ത്? വൈ ഉള്ള എല്ലായിടത്തും എന്ത് എഴുതാൻ പോണു? ഞാൻ എക്സ് എന്ന് എഴുതാൻ പോണു. എടാ, അപ്പൊ ഇവിടെ എന്ത് വരും നോക്കാം? x - 2 ഹോൾ സ്ക്വയർ, ഈ ക്വസ്റ്റ്യൻ അടയണത് ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും? വൈക്ക് വരെ ഞാൻ എന്ത് എഴുതുന്നത്? എക്സ് തന്നെ എഴുതുന്നത്. x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8. ഓക്കെ ആണോ? x - 2 ഹോൾ സ്ക്വയർ പ്ലസ് x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8. അതായത് 2 into x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് എഴുതാൻ പറ്റും. 2 ടൈംസ് അല്ലേ? x പ്ലസ് x 2x എഴുതാൻ പറ്റും. അതായത് ഈ സാധനം പ്ലസ് ഈ സാധനം എഴുതാം, 2 ടൈംസ് എഴുതാം. ഓക്കെ ആണോ? അപ്പൊ ഇതങ്ങോട്ട് പോയപ്പോ എന്തായി? x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു ആണ് ഇവിടെ. രണ്ടാപ്പുറത്തേക്ക് പോയപ്പോ എന്തായി? 8/2 ആയി. അതായത് x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 4 എന്ന് വരും. 4 x - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വരും. അതിനകത്ത് ചെയ്യുമ്പോ നോക്കിയേ, x - 2 ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് അല്ല, x - 2 ഈക്വൽ ടു സ്ക്വയർ അപ്പുറം പോയപ്പോ √4 എന്ന് വരും. x - 2 ഈക്വൽ ടു √4 എന്ന് വെച്ചാൽ പ്ലസ് ഓർ മൈനസ് 2 എഴുതാം. അപ്പൊ x - 2 ഈക്വൽ ടു പ്ലസ് 2ഉം x - 2 ഈക്വൽ ടു -2. അപ്പൊ ഇതിനൊരു ഉത്തരം കിട്ടും. x ഈക്വൽ ടു എന്താണ്? രണ്ടപ്പുറം പോയപ്പോ 2 + 2 4. ഇവിടെ x ഈക്വൽ ടു എത്രയാണ്? -2 പ്ലസ് 2 0. ഓക്കെ ആണോ? കിട്ടിയാലോ? ഇവിടെ കിട്ടിയത് 4 കിട്ടി. അതായത് എക്സിന് 4 കിട്ടി. അതായത് പോയിന്റ് ആലോചിച്ച് നോക്കിയേ, വേറെ സർക്കിളിലുള്ള ഒരു പോയിന്റ് ആയതാണ് പോയിന്റ്. എക്സിന്റെ ഭാഗം 4, വൈയുടെ ഭാഗം 4. അതായത് 4 4 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് സർക്കിളിലെ വേറെ പോയിന്റ്. ഒരു പോയിന്റ് ആണ് കേട്ടോ 0 കിട്ടിയ കാരണം വേണമെങ്കിൽ ഓരോ പറയാം 0 0. എടാ, സർക്കിളിലെ എക്സും വൈയും സെയിം ആവുന്ന ഒരു പോയിന്റ് ആണ് 0 0. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേറൊരു പോയിന്റ് ആണ് എന്ത്? അനദർ പോയിന്റ് ഓൺ ദി സർക്കിൾ വിത്ത് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആർ സെയിം. എന്താണ്? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആയിട്ടുള്ള പോയിന്റ് ആണ് 4 4. ഇത് സ്റ്റെപ്പ് നോക്കിയേ, ഇതാണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇതിനകത്ത് എന്ത് ചെയ്ത്? എക്സിന്റെയും വൈയുടെയും ഭാഗം സെയിം ആണ്,
എക്സ് എന്നുള്ള വൈ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്ത് എക്സ് എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ അത് ഇവിടെ ഒരു സ്റ്റെപ്പ് 2 ആണ് 2 ആണ് ഇവിടെ ഇത് തന്നെയാണ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത് y -2 എന്നുള്ളതിന് പകരം x -2 കേട്ടാ x -2 whole square plus x -2 whole square എന്താണ് 2 into x -2 whole square കേട്ടാ അതാണ് എഴുതിയിട്ടുള്ളത് കേട്ടാ x -2 whole square x -2 whole square കൂടി കൂട്ടിയപ്പോ 2 ടൈംസ് അല്ലെ x കൂട്ടിയപ്പോ 2x എഴുതാറില്ലേ അതുപോലെ തന്നെയാണ് ഇതും കൂടി കൂട്ടിയപ്പോ ഇങ്ങനെ എഴുതി 2 അപ്പുറം കൊണ്ടുപോയി ചെയ്ത സ്റ്റെപ്പ് ഒന്ന് നോക്കാ മനസ്സിലായോ നോക്കിയേ ഏകദേശം മനസ്സിലായോ നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എഴുതിയപ്പോഴാണ് ഇത് തെറ്റിയത് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നോക്കിയാൽ മനസ്സിലാവണം കണക്കാണ് ഓക്കെ ഇത്രയുമാണ് നമ്മുടെ ജോമെട്രി ആൻഡ് ആൾജിബ്രയില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് A+ ക്വസ്റ്റ്യൻസും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതേ മോഡലിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരാറ് പരീക്ഷയ്ക്ക് നിങ്ങൾ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി ബാക്കി നമ്മുടെ പാഠങ്ങൾ ഇതിന്റെ അടുത്ത് തന്നെ വരും നമ്മുടെ എക്സാമിനും കൂടെ നമ്മുടെ കുറെ ഷോട്ടുകളൊക്കെ ഇറക്കും നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്യും ഒക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ പോയിട്ട് മെയിൻ എക്സാം എഴുതാം ഓക്കെ നിങ്ങളുടെ മോഡൽ എക്സാമും മെയിൻ എക്സാമും ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ